നമ്മളെല്ലാവരും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. ലോകത്തൊരു മനുഷ്യന് കൈയില്ലാതെയും കാലില്ലാതെയും ജനിക്കാം, പക്ഷെ കുടുംബമില്ലാതെ ജനിക്കാൻ പറ്റില്ല. കുടുംബം എങ്ങനെ പോകുന്നു, ലോകം അങ്ങനെയാണ് പോവുക. എങ്ങനെയാണോ നമ്മുടെ വീട്, അങ്ങനെയാണ് ലോകം. പല ആൾക്കാരും പറയാറുണ്ട്, പഴയതുപോലെയല്ല, അച്ഛന്മാരില്ല, മെട്രാച്ചന്മാരില്ല, അഡ്വക്കേറ്റ്സുമാരില്ല, എഞ്ചിനീയേഴ്സ് ഇല്ല, ഡോക്ടേഴ്സ് ഇല്ല, അധ്യാപകരില്ല. പഴയതുപോലെ നല്ല അപ്പന്മാരില്ല, അമ്മമാരില്ല. പണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ നമുക്ക് രോമാഞ്ചം. ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ നേതാക്കന്മാരുടെ പേര് കേട്ടാൽ നമുക്ക് രോമാഞ്ചം. ഇന്ന് ചില നേതാക്കന്മാരുടെ പേര് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകിയെന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ള രോഗം കൂടി ഒഴിഞ്ഞു പോകും. നല്ല അപ്പനും അമ്മയ്ക്ക് പിറന്നവര് കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഇന്ന് വളരെ കുറവാണ്. ആൾക്കാർ മോശമാകുന്നതിന്റെ കാരണം കുടുംബം മോശമാകുന്നതാണ്. കുടുംബം നല്ലതാണോ, ലോകം നന്നാകും, എല്ലാവരും നന്നാകും. ഇപ്പൊ ദൈവം കുടുംബത്തിലേക്ക് വ്യക്തികളെ വിളിക്കുമ്പോൾ അതിന്റെ വിശുദ്ധിയും നന്മയും കുറിച്ചൊക്കെ അല്പസമയം നമ്മൾ ഈ വലിയ പെരുന്നാളിനോട് ചേർത്ത് വെച്ച് ഒന്നാം ദിവസം ഒന്ന് ധ്യാനിക്കുന്നു നമ്മുടെ ജീവിതത്തെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് 3 ഉടമ്പടികൾ സ്ഥാപിച്ചു. അതിൽ ഒന്നാമത്തെ ഉടമ്പടി കല്യാണത്തിന്റെ ഉടമ്പടിയാണ്. ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയെ നോക്കി പറഞ്ഞു, മോളെ നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. ഈ ലോകത്തിലെ ഒന്നാമത്തെ ഉടമ്പടി വിവാഹത്തിന്റെ ഉടമ്പടിയാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനത്തിൽ പറഞ്ഞു, ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയെ നോക്കി പറഞ്ഞു, മോളെ നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. ഇത് കേട്ട ഒരു ചേട്ടത്തി പറഞ്ഞു, എന്റെ കെട്ടിയവനും കല്യാണം കഴിഞ്ഞു ആദ്യത്തെ 2-3 വർഷം പറയുമായിരുന്നു, നീ എന്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം. 2 വർഷം കഴിഞ്ഞിട്ട് മനുഷ്യന്റെ മട്ടുമാറി ഞങ്ങളുടെ പരിചയത്ത് അസ്ഥിയുടെ അസ്ഥി പോയിട്ട് ഗുസ്തിയുടെ ഗുസ്തിയാണ് നടക്കുകയാണ്. ലോകത്തിലെ ഒന്നാമത്തെ ഉടമ്പടി വിവാഹ ഉടമ്പടി ഉൽപ്പത്തി 2:23. രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 9 ദൈവവും നോഹയും തമ്മിൽ. ജലപ്രളയങ്ങളുടെ ഭൂമുഖത്തെ നശിപ്പിക്കലെന്ന് കാണിക്കുവാൻ ദൈവം വാനവിധാനത്തിൽ ഒരു മഴവില് വിധിച്ചു. രണ്ടാമത്തെ ഉടമ്പടി ദൈവവും നോഹയും തമ്മിൽ. മൂന്നാമത്തെ ഉടമ്പടി ദൈവവും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തമ്മിലാണ്. ഉൽപ്പത്തി 12 അബ്രഹാമേ നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഉടമ്പടികൾ ദൈവം സ്ഥാപിച്ചു. ഉടമ്പടി പിള്ളകളിയല്ല, കളിതമാശയല്ല, ഗൗരവമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി സ്ഥാപിക്കാൻ ആവർത്തനങ്ങൾ ആവശ്യമാണ്. കാണുന്ന പാടെ ഉടമ്പടി സ്ഥാപിക്കാൻ പറ്റിയല്ല, അതിന് ആവർത്തനം ആവശ്യമാണ്. ശിരസായ നിശ്ചിത ഉടലായ സഭയെ പത്രോസിനെ ഏൽപ്പിക്കുന്നത് യോഹന്നാൻ 21 3 പ്രാവശ്യം ചോദിച്ചിട്ട് ഉടമ്പടി ഉറപ്പിക്കുക. ആരാണ് എനിക്ക് കൈകാര്യം ചെയ്യുന്നത്? യോനാഥനായ ശീമോനെ ഇവരെ അധികമായി നീ എന്നെ ചെയ്യും. ചോദിച്ചു, യോനാനപുത്രനായ ശീമോൻ നീ എന്നെ ഇവരെ അധികമായി സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ് പത്രോസിന്റെ സഭയെ ഏൽപ്പിച്ചത്. ഉടമ്പടിയാണ്. ഇതാണ് കുടുംബജീവിതം. ഏതോ ഒരു പുതുപ്പള്ളിക്കാരൻ പോയി പെരുമ്പാവൂരുകാരിയെ പൊക്കിക്കൊണ്ട് പോകുന്നതല്ല കല്യാണം. ഏതോ കുഴിമറ്റക്കാരൻ ഒരു കുടിത്തൊഴിക്കാരിയെ പിടിച്ചുകൊണ്ട് പോകുന്നതല്ല കല്യാണം. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ്. ആദ്യം പെണ്ണുകാണാൻ ചെറുപ്പം ഒന്നാമത്തെ ചോദ്യം, പൊന്നുമോനെ പാപ്പച്ച, ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ നീ കാണും, അതിലൊക്കെ ഉപരിയായിട്ട് ഉണക്കപ്പാമ്പാട് പറഞ്ഞിരിക്കുന്ന ഏലിയാമെ നീ സ്നേഹിക്കുമോ? ഓകർത്താവെ സ്നേഹിക്കും. ഏലിയാമെ ഒരുപാട് പുരുഷന്മാരെ കാണും, അതിലൊക്കെ ഉപരിയായിട്ട് കൊടക്കല് പോലെ വളർന്നിരിക്കുന്ന ഈ പാപ്പച്ചനെ നീ സ്നേഹിക്കുമോ? ഓകർത്താവെ സ്നേഹിക്കും. രണ്ടാമത് ഉറപ്പീരിന്, മൂന്നാമത് വിവാഹത്തിന്, പൊന്നുമോനെ പാപ്പച്ച അവസാനത്തെ കുരുക്കും കൊടുക്കും നീ പെടലിലിടാൻ പോവുക. ഇന്ന് മുതൽ നീ ഒരുപാട് പുതിയ ഐറ്റങ്ങളെ കാണുന്നത് നിസ്സാരപ്പെട്ട വിഭവങ്ങളല്ല, പുത്തൻ സാധ്യതകൾ.
ഐശ്വര്യറായ്, പ്രിയങ്ക ചോപ്ര, സുഷ്മിദാസ്, മിസ് വെനിസില, സാനിയ മിർസ, പാർവതി ഓമനക്കുട്ടൻ, ഒത്തിരി എണ്ണത്തെ കാണും. ഇക്കോവലി ഈ ഉണക്കപ്പാമ്പാട് ഏലിയാമെ നീ സത്യോ സാവേശിക്കും. ഏലിയാമെ ലോകത്ത് ഒരുപാട് പുരുഷന്മാരെ നീ കാണും. സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, മിനിമം തുണി കഷ്ടപ്പെടുന്ന പരസ്യക്കാരെ ആമ്പിടാറ്, അതൊക്കെ കൊടക്കമ്പി പോലെ വളർന്നിരിക്കുന്ന ഈ പാപ്പച്ചനെ സ്നേഹിക്കൂ. അവനെ സ്നേഹിക്കും. 3 പ്രാവശ്യം ചോദിച്ച് ഉറപ്പിച്ചിട്ടാണ് പുരുഷനെ സ്ത്രീയും സ്ത്രീക്ക് പുരുഷനെയും ദൈവമായ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത്. അതിവിശിഷ്ടമായ ഒരു കുടുംബ ജീവിതം തുടക്കം കുറിക്കുന്നത് ഇവിടെയാണ്. ഇതിന് ഉടമ്പടി എന്നാണ് പറയുക. ഉടമ്പടി 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ 3 എന്ന അക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. യോനാ പ്രവാചകൻ യോനാൻ നിരിയ മത്സ്യത്തിന്റെ വയറ്റിൽ 3 നാൾ കിടന്നു. കാനായിൽ 3-ാം ദിവസം ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിനോടൊപ്പം 3 ശിഷ്യന്മാരെ ഒപ്പം നടന്നു. 12 വയസ്സിൽ യേശുവിനെ 3 ദിവസം കാണാതെ പോയി. ജീവിത അവസാനത്തിലും അവനെ 3 ദിവസം കാണാതെ പോയി. വലിയ ദുഃഖശി ഉയർത്തിനായ 3 വലിയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എവിടെയെല്ലാം ക്രൈസ്തവ പാരമ്പര്യമുണ്ടോ അവിടെയെല്ലാം 3 വലിയ പ്രാധാന്യം. ലേലവിളി പറയുന്ന എങ്ങനെ? 1 തരം, 2 തരം, 3 തരം. വിവാഹം ദൈവം ഉറപ്പിച്ച ഉടമ്പടി 3 പ്രാവശ്യം ചോദിച്ച് ഉറപ്പിച്ച് ബോധ്യത്തോടുകൂടി ദൈവം നവീകരിക്കുന്ന ഒരു കുടുംബമുണ്ടാവും. ദൈവത്തിലെ ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. 1 കോൺട്രാക്ട്, 2 കവനന്റ്. നരേന്ദ്രമോദിക്ക് ഒബാമയുമായി പറ്റുന്നത് കോൺട്രാക്ട്, മോശയ്ക്ക് ദൈവവുമായി പറ്റുന്നത് കവനന്റ്. 2 വശത്തും മനുഷ്യരാണെങ്കിൽ അത് കോൺട്രാക്ട്. ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് ദൈവവുമാണെങ്കിൽ അത് കവനന്റ്. ക്രൈസ്തവ വിവാഹങ്ങൾ കവനന്റാണ്. ശിരസായ മിശിഹായുടെ സ്ഥാനത്ത് ഭർത്താവ്, ഉടലായ സഭയുടെ സ്ഥാനത്ത് ഭാര്യ. അപ്പൊ ദൈവം ചേർത്ത് വെച്ചു. അപ്പൊ ഇത് പിള്ളകളിയല്ല, കളിതാമാശല്ല, ഗൗരവമാണ്. അതുകൊണ്ടാണ് 10 വയസ്സുള്ള ആൺകുട്ടിക്ക് 8 വയസ്സുള്ള പെൺകുട്ടിയോട് 21-ാം വയസ്സിൽ നിന്നെ കെട്ടിക്കോളാം എന്ന് പറയാൻ പറ്റിയല്ല. അതിന് പ്രായപൂർത്തിയാകണം. പക്ഷെ ഇന്ന് 10 വയസ്സുകാർക്കൊക്കെ വാക്ക് കൊടുക്കാൻ പറ്റുന്ന കാലമാണ്. കാരണം ഇന്നത്തെ 10 വയസ്സുകാരൻ പഴയ 50-കാരന്റെ പ്രകടനം കാഴ്ചവെക്കുന്ന കാലമാണ്. പണ്ട് 3-ൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയോട് ക്ലാസ്സിലെ ടീച്ചർ പറയുക, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളെ വെച്ച് കയറ്റിയിരുത്തും. എന്തൊരു ചമ്മലായിരുന്നു. ഇപ്പൊ വല്ല ചമ്മലുമുണ്ടോ? ഈയിടെ 3-ൽ പഠിക്കുന്ന 8 വയസ്സുകാരനോട് കന്യാസ്ത്രീ അമ്മയായ ക്ലാസ് ടീച്ചർ പറഞ്ഞു, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളെ വെച്ച് കയറ്റിയിരുത്തും. പറഞ്ഞു പോസിറ്ററെ ചുമ്മാ പറഞ്ഞ് കൊതിപ്പിക്കുന്നത്. ലോകം മാറി, ഇന്ന് രീതി മാറാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ അച്ഛനാണെങ്കിൽ 13 വർഷം പഠിക്കണം. ഞാൻ 80-ൽ ചേർന്നു. 993 അച്ഛനായി. പട്ടത്തിന് ഏത് സഭയിലും വർഷങ്ങളോളം പഠിക്കണം. ഇതുപോലെ മൂതാശിയ വിവാഹം എത്ര ഒരുക്കമുണ്ട്. ചിലര് വിദേശത്ത് നിന്ന് നെടുമ്പാശ്ശേരി പറന്നിറങ്ങുന്നു, നാളെ കാണുന്നു, നാളെ പൊക്കുന്നു, മറ്റന്നാൾ കെട്ടുന്നു, 5-ാം നാൾ പിരിയുന്നു. എന്തെങ്കിലും ഇന്ന് കെട്ടിക്കാൻ അച്ഛൻ തന്നെ വേണമെന്നില്ല. പോത്തിനെ പോലെ ഒരു കശാപ്പുകാരൻ, പൊറോട്ട അടിക്കാൻ ഒരു ബിസിനസ്സുകാരൻ, പെയിന്റടിച്ച പെണ്ണിന്റെ ഭൂമിയിലെ ഷേപ്പ് മാറ്റാൻ ഒരു ബ്യൂട്ടി പാർലറുകാരി, അനങ്ങാത്ത പടം പിടിക്കുന്ന ക്യാമറക്കാരൻ, ആടുന്ന പടം പിടിക്കുന്ന വീഡിയോക്കാരൻ, ഇത്രയും പേരുണ്ടോ കല്യാണം നടന്നു. ഞാൻ സീറോ മലബാർ സഭയിൽ ഒരു ചെറുക്കിനെയും പെണ്ണിനെ കെട്ടിക്കുക. 2 പേരും കരികനെ കൊണ്ട് വിറയ്ക്കുക. നമ്മൾ വിറയ്ക്കാറ് ധൈര്യമായിട്ട് വലത് കൈ ബൈബിളിനെ അമ്മക്കി വെക്കാൻ പറ്റും. 2 പേരും കുഴിഞ്ഞു നിന്നു കര അമ്മക്കി വെച്ചു. ഞാൻ ചൊല്ലി കൊടുത്തു, ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിൽ. അല്പം കഴിഞ്ഞപ്പോൾ എന്റെ വലത്തെ തോടെ വല്ലാത്തൊരു ഭാരം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം വീഡിയോക്കാരൻ അവന്റെ ക്യാമറ എന്നാതിരിക്കാനും അച്ഛൻ്റെ തോടെ ഞാൻ വെച്ചിട്ട് ഒപ്പിയെടുക്കുന്നു. വിവാഹമൊക്കെ ഇന്നതിന് ആഘോഷങ്ങളായി മാറുമ്പോൾ വിശുദ്ധമായ ഉടമ്പടിയായിട്ട് ദൈവം സ്ഥാപിച്ച വിവാഹത്തെ അത് വിശുദ്ധിയോടെ കാണണം. ഒരു കാര്യം ഓർത്തോണം, ഫേസ്ബുക്ക് കണ്ടോ കമ്പ്യൂട്ടർ പടം കണ്ടോ കല്യാണം ഒരിക്കലും ഉറപ്പിച്ചത്. നേരാമണ്ണിന്റെ കല്യാണം ഉറപ്പിക്കാവും. ഒരു പെണ്ണിനെ കുറിച്ച് വിവാഹ പരസ്യം മുല്ലപ്പൂ മുട്ടുപോലെ പല്ലുള്ള പെണ്ണിന് അനുയോജ്യനായ വരനെ ആവശ്യമുണ്ട്. ഒരു ചെറുക്കൻ അവന്റെ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, ആലോചിച്ചു, ഉറപ്പിക്കാൻ വേണ്ടി 10 ദിവസം കഴിച്ചു. ചെന്നപ്പോഴാണ് മുല്ലപ്പൂ മുട്ടെന്ന് പറഞ്ഞ പല്ല് കാട്ടുമണിയാണ് കയറ്റാൻ പറഞ്ഞത്. ചെറുക്കൻ്റെ അപ്പം ചോദിച്ചു, എന്തൊരു വഞ്ചനയായത്, മുല്ലപ്പൂ മുട്ടെന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ അപ്പം പറഞ്ഞു, പൊന്ന് സാറേ വഞ്ചിച്ചതല്ല, പരസ്യം ഇട്ടപ്പം മുട്ടായിരുന്നു, 10 ദിവസമായിട്ട് വിടർന്നു കൊണ്ടാണ്.
ഒരുക്കി കല്യാണത്തിൽ നിന്ന് മുടിക്ക് നീളം കിട്ടാൻ വേണ്ടി എക്സ്ട്രാ മുടി പിൻ ചെയ്ത് വെച്ചു. നെഞ്ചിന് വെളുവ് കിട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക് എന്ന പാത്രം എടുത്ത് നെഞ്ചിൽ വെച്ചു. വയറെ സ്റ്റീലിന് തകർന്നു വെച്ചു. ആദ്യ കാലം കിടക്കാതെ ചെന്ന് നോക്കുമ്പോൾ മുടി അടിച്ചവിടെ കട്ടിലെ വെച്ചു. നെഞ്ചയിലെ പ്ലേറ്റ് ഒപ്പം വെച്ചു. വയറിനെ തലനിട്ട് ചേർത്ത് വെച്ചു. ഇപ്പൊ എന്നെ കണ്ടു ചോദിച്ചു, ഇനി സത്യം പറ, ഞാൻ നിന്നോട് ഈ കട്ടിലെ കിടക്കണം അപ്പൊ ഈ സാധനങ്ങൾ കൊടുത്ത് കയറി ഈ കട്ടിലെ കിടക്കണം. ദൈവം ചേർക്കുന്ന വിവാഹം വിശുദ്ധിയോടെ ആരംഭിച്ചത് താഴപ്പഴങ്ങളും താഴപ്പഴങ്ങളും ബൈബിളിൽ പറയുന്ന ഒരു വാക്കുമല്ല. ദൈവമായ കർത്താവ് എല്ലാ സൃഷ്ടികൾക്കും പറ്റി പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. പക്ഷെ ഒരു സൃഷ്ടികർമ്മം കഴിഞ്ഞ് ദൈവം പോലും പറഞ്ഞു, ഛേ, ഇത് നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണാണോ ഒരു പെണ്ണ് കൂട്ട് വേണം, പെണ്ണാണോ ഒരാണ് കൂട്ട് വേണം. ദൈവനിശ്ചയം ഉണ്ടാണ്. ബൈബിളിൽ എഫേസ്യസ് 5:22 പൗലോസ് പറയും, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യ വിളിച്ച് വിട്ടേച്ചു പോകുന്ന ഒറ്റ സ്നേഹമേ ഉള്ളൂ, അത് വിവാഹമാണ്. ഞങ്ങളുടെ വീട്ടിൽ 2 ആമക്കളാണ്. ഞാൻ എനിക്കൊരു ജ്യേഷ്ഠൻ. എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചയാൾ. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ജ്യേഷ്ഠൻ മാതാപിതാക്കളെ വിട്ടു. ഞാൻ അവർക്ക് ചെല്ലുമ്പം എൻ്റെ കട്ടിലിൻ്റെ കാലത്ത് ഒരു കസേരയിട്ട് അമ്മ വന്നിരിക്കും. ഇവിടെ മോനെ, ആമ്പിള്ളേർ പെണ്ണ് കെട്ടി കഴിയുമ്പം ഒരുപാട് മാറ്റം വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാനും പറയണ്ട, മോൻ്റെ ചേട്ടൻ്റെ കാര്യം എടുത്താൽ മതി, എന്തൊരു മാറ്റം. കഴിഞ്ഞ 2 ആഴ്ച അവന് മുഴുത്ത അയല മേടിച്ചിട്ട് തലമുറി അവന്, നടുമുറി അവക്ക്. എനിക്കൊരു മെലിഞ്ഞ മാറ്റം വലിയ അമ്മ, ഞാൻ ഉറങ്ങി, മോൻ ഉറങ്ങി, ഇപ്പം ഞാൻ പോകണം, ബാക്കി നാളെ പറയാമെന്ന് അമ്മ എഴുന്നേറ്റ് പോകും. പുരുഷൻ മാതാപിതാക്കളെ വിട്ടു. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ട് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേദന കാണാം. വിട്ടേച്ചുള്ളപ്പോൾ ഏത് കരസേന മേധാവിയാണെങ്കിലും പട്ടാളക്കാരനാണെങ്കിലും തോക്ക് പിടിക്കുമ്പോൾ വിറയ്ക്കാത്ത കൈ താലി പിടിക്കുമ്പോൾ വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം ശ്രമിക്കാം. ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം അവരുടെ ശക്തിക്കപ്പുറം. അപ്പൻ 6 വയസ്സുള്ള മോനെയും കൊണ്ട് വീടിന്റെ വരാന്തയിൽ കൂടെ നമ്മൾ ഭിത്തിയിൽ അപ്പൻ്റെ അമ്മയുടെ കല്യാണ ഫോട്ടോയിൽ നോക്കിയിട്ട് മോൻ അപ്പനോട് പറയാം, പപ്പ പപ്പ, കല്യാണത്തിന് അന്ന് പപ്പാടെ ചിരി എന്നാ നല്ല ചിരിയായിരുന്നു. പപ്പ മോനെ അന്നെങ്കിൽ അപ്പൻ്റെ അവസാനത്തെ ചിരിയായിരുന്നു, പിന്നെ വരെ ചിരിച്ചിട്ടില്ല. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെ. ചൂരൽ വഴി കുലുക്കി വരച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാർ. ഞാൻ നോക്കുമ്പം ചൂരലിന് 4ന്റെ പകുതി ഒരു കട്ടില്ലാത്ത ചീപ്പുകളിൽ കെട്ടിടാനും കൊടുത്ത് ഇവിടെ വെള്ളിയെ കിട്ടുന്നു. ഇവന്റെ കൈ ഉറക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിന്റെ മണ്ടയെ കൂടെ പറയണ പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആസ്വദിച്ചു. ഞാൻ മുറിക്കകത്ത് കയറി കേക്ക് ആസ്വദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. അവന്റെ മുടുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പോൾ ഇവന്റെ തോളത്തിൽ ഞാൻ പറഞ്ഞു, പേടിക്കൊണ്ടാ കണക്കധ്യാപക, എന്നെ ആ വേറെ ആകാശത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പോൾ ഒരെക്കടെ ധൈര്യം വരെ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വേറെയാണെന്നാണ് അച്ഛൻ ഓർത്തെ. നമ്മൾ പിന്നെ ഇത് വേറെ ഇല്ലാതെ വേറെ വല്ലതുമാണ്. എന്റെ പൊന്നച്ച, വിരച്ചതല്ല, ഇത് പിള്ളകളിയാണോ? സഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ? വിരച്ചതല്ലച്ച. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ പുരുഷൻ മാതാപിതാക്കളുടെ ഭാര്യയോട് ചേരും. ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹബന്ധം ദൈവം സ്ഥാപിച്ചു. അവിടെയാണ് ചിരിയും വർത്തമാനം പറച്ചിലും കരച്ചിലും ഉണ്ടായി. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയത്. അവനുണ്ടായതിനു ശേഷമാണ് അനക്കം, ബഹളം, കരച്ചിലും തിരിച്ചിലും എല്ലാം ഉണ്ടായത്. വർത്തമാനം പറച്ചിൽ തുടങ്ങിയത് തന്നെ പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. പെണ്ണുങ്ങളും വർത്തമാനവും ഒരുമിച്ച് പോകുന്ന 2 വകുപ്പുകളാണ്. അപ്പോൾ നമ്മളെല്ലാം അറിയാവുന്നത് തമിഴന്മാർക്കാണ്. തമിഴന്മാരെ ഭാര്യയിൽ വിളിക്കുന്ന വാക്ക് തന്നെ സംസാരം എന്നാണ്. സായിപ്പന്മാർ പറയും ലോകത്തിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എന്നതിന്റെ പുരുഷൻ നോക്കുമ്പോൾ ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെയാണ് ബദാനവർത്തി ആരംഭിച്ചത്. മലയാള ഭാഷാപ്രേമികൾ പറയും പരദേശിയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടിയിരുന്നിട്ട് ആപം പോകുമ്പം പരകട പോലത്തെ മുടി പാപം മുട്ടി കിടക്കുന്ന ഒരു മാനകത്തിടുമ്പോൾ മന്ദം നടന്നു നീങ്ങും. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്ന അർത്ഥത്തിൽ വാ മുടിച്ചു. അങ്ങനെ ഹൗവ എന്ന വാക്ക് ലോകത്ത് ആരംഭിച്ചു എന്നാണ് പറയുക.
അതിന് പെരുന്നാളിന് വെടിക്കെട്ടിന് കഴിഞ്ഞ വർഷം വികാരിച്ചിന് അനൗൺസ്മെന്റ് അമൃത ഗുണ്ട് ഖതിന ആറാസമാണ് ഇതൊക്കെ കൊണ്ടുനടക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാർ അല്പം കൂടി സ്വരം താഴ്ത്തി സംസാരിക്കുന്നത് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇപ്പം വർത്തമാനം പറഞ്ഞാൽ ആരംഭിക്കുന്നു. വർത്തമാനം ഒപ്പം ചിരിയും കരച്ചിലും എല്ലാം. ചിരി ലോകത്തെ ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. ആണിൽ ഏറ്റവും ആത്മാക്കൾ ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഭാര്യ വരാതെ ഒന്ന് ചിരിച്ചോണ്ട് നിന്നോ അവന്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞിലൊക്കെ ഒരുങ്ങി പോകും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടമഴിഞ്ഞാൽ പോലെ മോന്നെങ്കിൽ ഇഷ്ടപ്പെടുക അവനെ ഷുഗറെ കുറച്ചോ പ്രഷർ ഷൂട്ടർ ചെയ്ത് അങ്ങനെയൊക്കെ ആവും. പെണ്ണുങ്ങളെ ചിരിച്ചോ വലിയ സമാധാനമുണ്ട്. ഒരിക്കലും ചിരിക്കാത്ത പുരുഷനും ശരിക്കും ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാരെ പറയാറുണ്ട്, ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്. അന്ന് ചിരിച്ചിരുന്നതാണ്. പെണ്ണുങ്ങൾ ചിരിക്കുമ്പോൾ ആളുടെ മനസ്സിന് ലയം ചൊല്ലുകാരി ഓർക്കും ഒരുമാതിരി ആക്കുന്ന ചിരിയും അതല്ല, മര്യാദ ചിരിച്ചാൽ ആണുങ്ങളാണ്. ചിരി വർത്തമാനം പറിച്ച് ഒരു ഭർത്താവ് ഭാര്യയോട് ഞാനൊരു സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി വെറും 7000 വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ പൊട്ടി പെണ്ണുങ്ങൾ 14,000 അതിൽ കൂടുതലും വർത്തമാന വാക്കുകളാണ് പറയുക. കാര്യം പറഞ്ഞു ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെ പോലെ കേരളന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങളില്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. എന്നാ പറഞ്ഞ് കണ്ടോ അതുപോലും 2 പ്രാവശ്യം വന്നതേ. ഒപ്പം കരച്ച് പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങൾ വീഴും. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുവും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് അരയും. മോള് കരഞ്ഞാൽ അപ്പൻ അരിയും. പെങ്ങൾ കരഞ്ഞാൽ ആണുങ്ങൾ വീഴും. ആണുങ്ങൾക്ക് ഒരു കുഴപ്പമാണ്, മണ്ണിൽ നിന്നും ശുചീകരിക്കുന്നതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലുത്തു പോവും, കുറഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആസ്വദിച്ചപ്പോൾ ഇറക്കാൻ പറ്റില്ല. എല്ലാം ഉണ്ടായതാണ് നല്ല കട്ടി ഇന്ന് വെപ്പ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതക്രമം പുരുഷനെയും സ്ത്രീയെ ഒരുമിപ്പിച്ച് ദൈവം ലോകത്ത് ആരംഭിച്ച് അതിന് വിളിക്കുന്നു കുടുംബം. എനിക്ക് 115 വർഷത്തിന്റെ പാരമ്പര്യം തിരുനാളാഘോഷിക്കുന്ന ഈ അവസരത്തില് ഒരു ഓർത്തഡോക്സ് സമൂഹത്തിന് വലിയ ഇടവക സമൂഹ രീതിയിൽ നമ്മുടെ ഒരു ആത്മശോധന. കുഴിമറ്റത്തും പരിസരത്തുമുള്ള എൻ്റെ വീട് എങ്ങനെയുള്ള വീടാണ്. ഇന്ന് നമുക്കിടയിൽ 10 കൂട്ടം വീടുകളുണ്ട്. 8 തെറ്റായ വീടുകൾ, 2 ശരിയായ വീടുകൾ. ഈ വലിയ തിരുനാൾ ഒരുങ്ങുമ്പോൾ എൻ്റെ വീട് ശരിയായ 2 വീടുമോ തെറ്റായ 8 വീടുമോ ഈ ഒരു ആത്മശോധനയ്ക്ക് ദൈവം നമ്മൾ വിളിക്കുന്നു. തെറ്റായ കുടുംബങ്ങൾ 8, ശരിയായ 2. തെറ്റായ കുടുംബങ്ങൾ 1. കുടുംബം ഒരു മദ്യശാപം. വീട്ടിൽ എന്തിനും ഏതിനും ലഹരി വിളങ്ങുന്ന കള്ളു വിളങ്ങുന്ന ഒരു വീടാണോ ആ വീട് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട വീടാണ്. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരു ഗതി കിട്ടാതെ പോകുന്നു. കാരണം യെശയ്യാ 5:11 നിന്റെ വീട്ടിലെ വിരുന്ന് മേശയിൽ നീ ലഹരി വിളങ്ങിയാൽ വിരുന്നിന്റെ ദൈവം നിന്റെ വീടിനോട് വിട പറയും. ഗലാത്യർ 5:21 മദ്യപാനി സ്വന്തരാജ്യത്തിന് അവകാശിയായി. കള്ളു വിളങ്ങുന്ന ലഹരി കിട്ടുന്ന വീടാണ്. ഇത്തിരി ആണെങ്കിലും ഒത്തിരി ആണെങ്കിലും ആ കുടുംബത്തിൽ അനുഗ്രഹം കുറവാണ്. കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്. എന്തിനും ഏതിനും. ക്രിസ്മസിന് ദൈവം മനുഷ്യനായി കണ്ടതിന്റെ സന്തോഷം. വലിയ വെള്ളിയാഴ്ച ദൈവം മരിച്ചതിന്റെ പ്രയാസം. വീട്ടിൽ ഞായറാഴ്ച ഒന്നുകൂടെ പൊങ്ങി വന്നതിന്റെ പരമ സന്തോഷം. തിരുനാള് നാടിന്റെ ഉത്സവം. ഇതൊന്നുമല്ലാത്ത ദിവസം ഒരു മനുഷ്യൻ കുടിച്ചേച്ചു വന്നു. പൊന്നു ചേട്ടാ എന്നാത്തിന് ഇന്ന് കുടിച്ചത്? അയാളുടെ മറുപടി അച്ഛ എന്റെ കൊച്ച് മുലമുടി നിൽക്കേണ്ട ഓർമ്മയ്ക്ക് കുപ്പികുടി ആരംഭിച്ചിരിക്കുന്നതാണ്. കുടിക്കുന്നവർക്ക് ന്യായീകരണം. ഇതിന് ചേർന്ന പരസ്യങ്ങളും ഇന്ന് പരസ്യത്തിന്റെ ലോകമാണ്. എവിടെ ചെന്നാലും പരസ്യം. 2 സാരി എടുത്താൽ ഒരു ബ്ലൗസിന്റെ കൈ ഫ്രീ, 3 സൂചി എടുത്താൽ 2 കുത്തു ഫ്രീ. ഇതെല്ലാം ഫ്രീ. എവിടെയും പരസ്യമാണ്. തലയിൽ മുടിയില്ലേ, ഇന്ത്യയിലേക്ക് വരട്ടും മുടി വിളിപ്പിക്കും. ഉള്ളങ്കൈ നമുക്ക് എടുക്കാതിരിക്കാൻ ചൂടുവെള്ളത്തിനെ കഴുകി കളയും. കുടവയർ കുറയ്ക്കണോ, ലവണതൈലം വരട്ടും കുടവയർ കുറയ്ക്കുക. എൻ്റെ കൂടെ അച്ഛൻ 117 കിലോ 500 ഗ്രാം. അച്ഛൻ്റെ വയർ കപ്പ പാടുന്ന ചെമ്പ് പോലെ മരുന്ന് വരുന്നു. അച്ഛൻ 5 പാത്രം ലവണതൈലം മേടിച്ച് 3 മാസം പെരടി അച്ഛൻ്റെ വലുതെയും മെഴുകി പോയി വയറതുപോലെ. ഇന്ന് പരസ്യത്തല്ലോ ബാർഹോട്ടലിലും പരസ്യമല്ലേ. 2 പെക്കെടുത്താൽ ഒരു മഗ് ഫ്രീ, 2 മഗ്ഗെടുത്താൽ ജഗ് ഫ്രീ, 2 ജഗ്ഗെടുത്താൽ ഹാഫ് ഫ്രീ, 2 ഹാഫ് എടുത്താൽ ഫുള്ള് ഫ്രീ, 2 ഫുള്ളെടുത്താൽ പെട്ടി ഫ്രീ, ചേർത്തെടുത്താൽ റീത്ത് ഫ്രീ. എന്തെല്ലാം പരസ്യമാണ്. കഴിഞ്ഞ ഓണത്തിന്
കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ധ്യാനിപ്പിച്ച് നടന്നപ്പോൾ 6 കൂട്ടം കള്ളച്ചാരായത്തിന്റെ പേര് എന്റെ ഓർമ്മയിലുണ്ട്. 1 ഓടെ മറിയും, 2 മണവാട്ടി, 3 പുല്ലുപെറുക്കി, 4 പോസ്റ്റേക്ക്, 5 പോസ്റ്റ്മാൻ, 6 മിശിക. 6 ഓടെ മറിയും എന്ന കള്ളച്ചാരായം ഞാൻ കണ്ടത് പൊരുന്നത് വെച്ചാൽ അതിന് 2 തവണ കുടിച്ചാൽ മതി. കുടിച്ചയാൾ കുടിക്കുന്ന സെക്കൻഡിൽ അടുത്തുള്ള ഓടനോട് മറിഞ്ഞിട്ട് അതാണ് ഓടയം മറിയം. മണവാട്ടി അല്പം കുടിച്ചാൽ മതി, ഞാൻ മുടിഞ്ഞ നാണോ കൈ ഇരിക്കും വിട്ടു പോവുകയാണ്. പുല്ലുപെറുക്കി അല്പം കുടിച്ചാൽ മതി, വെട്ടം വീഴുന്നത് മുറ്റത്ത് കുതിയുന്ന സകലമാനം വീഴും വെച്ചുകൊണ്ടിരിക്കും, വെട്ടം വീണ് എഴുന്നേറ്റ് പോവുകയല്ല. പോസ്റ്റേക്ക് അല്പം കുടിച്ചാൽ മതി, ചാമ്പ, പേര, കപ്പളം, കമുക്, തെങ്ങ്, പ്രാവ്, അണ്ണാനപ്പുര കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക. പോസ്റ്റ്മാൻ കുടിച്ചയാൾ ഭൂമിയിലുള്ള എല്ലാ വീടുകളെയും അറിയിക്കൊണ്ടിരിക്കും, സ്വന്തം വീട് മാത്രം യാതൊരു വീടിയില്ല. മിശിക 2 കഴിച്ചാൽ മതി, അടിക്കുമ്പോൾ കണ്ണടച്ചോ, പിന്നെ 3-ാം മുമ്പേ കണ്ണുറക്കാൻ തരത്തുള്ളൂ. ഇപ്പൊ കുടുംബം ഒരു ബാർ ഹോട്ടൽ, വീട് ഒരു മദ്യഷാപ്പ്, ആ വീട്ടിൽ അനുഗ്രഹം കുറവ്. 2 വീട് ഒരു കശാപ്പ് കട, ചില കുടുംബങ്ങൾ കശാപ്പ് കട. ജെറമിയ 1:5 നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഒരുപാട് നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു തിരഞ്ഞെടുത്തു. ജീവൻ തന്ന ദൈവത്തിനെ ജീവനെടുക്കാൻ അവകാശവും. അത് 5 ദിവസമാണെങ്കിലും 5 ആഴ്ചയാണെങ്കിലും 5 മാസമാണെങ്കിലും ഗർഭചിത്രം നിഷേധിക്കപ്പെട്ടതാണ്. പുറോടകത്തിൽ നടക്കുന്ന ഗർഭചിത്രം നടന്ന കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളമേ ഒരു ശാപത്തിന്റെ വാൾ അനുഗ്രഹമില്ലായ്മ എന്നൊന്നും തോന്നി കിടക്കും. 1970 ഇന്ത്യയിൽ ഗർഭചിത്രം നിയമവിരുദ്ധമായിരുന്നു. 1970 ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ഗർഭചിത്രം നിയമവിരുദ്ധമാക്കിയത്. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് യുദ്ധത്തിൽ നിരപരാധികളായ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. കാശ്മീർ ഭീകരവാദികൾ, ഖാലിസ്ഥാൻ തീവ്രവാദികൾ, ബോഡോ ഉൾപ്പെടെ സംഘടന കൂട്ടമരണം ആസാമിൽ, തമിഴ്പുരി സിംഹള സംഘടന, ബസ്തറിൽ ആന്ധ്രയിൽ നക്സൽ പ്രസ്ഥാനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഗർഭചിത്രം നിയമവിധേയമാക്കി ഇന്ദിരാഗാന്ധി അവിടെ 2 മക്കളും ഭ്രൂണഹത്യയിൽ ഒരു കുഞ്ഞിനെ ചേർന്നതുപോലെ ചെറുതി മരിക്കുന്നു. ചരിത്രത്തിലെ പാട് അവിടെയാണ് അപ്പസ്തോലിക പാരമ്പര്യമുള്ള വിശുദ്ധ സഭകൾ പഠിപ്പിക്കും. ഭ്രൂണഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഭർത്താവും, വഴങ്ങുന്ന ഭാര്യയും, നടത്തുന്ന ഡോക്ടറും, സഹായിക്കുന്ന നഴ്സും കൊലക്കുറ്റത്തിന് ദൈവവിഭാഗം ചോദ്യം ചെയ്യപ്പെടും. മുകളിൽ കഴിഞ്ഞ വർഷം പൊതുസഭയെ സംബന്ധിച്ച് കുടുംബവർഷമായിരുന്നു. അവർ ഒന്നാകുക. മനോഹരമായ പുസ്തകം ദേവലോകത്ത് ഇറങ്ങിയിട്ടുമുണ്ട്. ഭ്രൂണഹത്യയുടെയും വിപത്തിനെ കുറിച്ച് മനോഹരമായി ആ പുസ്തകത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ തിന്മയുടെ ജീവൻ എടുക്കുന്ന ലോകം ആ കുടുംബത്തിൽ അനുഗ്രഹവും കുറവ്. അങ്ങനെയുള്ള തിന്മകൾ സമ്പത്തുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിരിക്കും. ഒരു പാവപ്പെട്ട സ്ത്രീക്ക് പ്രസവിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുത്തും പാവപ്പെട്ട പെൺപിള്ളാരെ പഠിപ്പിക്കാൻ സഹായിച്ചും പണം കൊണ്ട് രാജ്യം ചെയ്യും. കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ പാപമോചനം, പ്രവൃത്തി കൊണ്ട് പ്രവൃത്തിക്ക് പരിഹാരം. ഇനി പാവപ്പെട്ട കുടുംബത്തിൽ സംഭവിച്ചോ അങ്ങനെയുള്ള തിന്മകൾ ലോകത്തെ പരിഹാരിക്കാൻ തമ്പുരാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും വേണം. 1 കുടുംബം മദ്യഷാപ്പ്, 2 കശാപ്പുകൾ, 3 വീട് ഒരു സിനിമാ തിയേറ്റർ. ചില വീടുകൾ സിനിമാ തിയേറ്ററുകളാണ്. എപ്പോൾ നോക്കിയാലും സിനിമയുടെ CD കണ്ടുകൊണ്ടിരിക്കുക, അല്ല റിമോട്ടിൽ നോക്കി തള്ളയാട്ടം പോലെ ചാടിച്ച് ചാനൽ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കുക. കുടുംബങ്ങളുണ്ട്. ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, ജോസഫ് അച്ഛനെ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാടാ? മമ്മി TV തെറ്റിച്ച് പോയപ്പോൾ അച്ഛൻ തെന്നി പോകുന്നത്. ഒരു മനുഷ്യൻ വിളിച്ചാൽ എൻ്റെ ഭാര്യ TV കാണാൻ വരുന്നത് വടക്കൻ വീരകാരനെ പോലെയാണ്. തട്ടിട്ടൊന്ന് കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് കസേരയിൽ ഇരിക്കും. അതെന്താ? പരസ്യം വരുമ്പോൾ വെള്ളം ഒഴിക്കാൻ പറയാൻ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 5 കുളിച്ച് പ്രവർത്തി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് കാച്ചിക്കാ മുടി മുടി പൊക്കിക്കെട്ടി അതിനകത്ത് ഞണ്ട്, തേള്, പഴുതാര, ആമ, വെറുകൊള്ളി, കുടക്കമ്പി, തിരുമൂട് ഇത് കുത്തിക്കേറ്റി നെഞ്ചിന് മുഴുകെ ഒരു തട്ടിക്കൊരു വ്യക്തിയിപ്പ 6 മുതൽ ഒരുപാട് ചാനൽ കണ്ണീര് വീണു കുതിരാനുള്ള നെഞ്ചാണല്ലോ അത് കുടുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം ഈ TV-യിൽ നിന്നൊക്കെ നമ്മളിന്ന് ഒരുപാട് സീരിയൽ കാണാൻ പോകുന്നവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും പൊട്ടന്മാരും കുട്ടികൾ. സ്റ്റാൻഡിലുള്ള കാര്യം ഈ പീറപ്പണി കാണാൻ ഇത് പോവുകയല്ല. കാരണം എല്ലാത്തിനും എന്നാ കഥ? ഒരു കിഴങ്ങൻ അമ്മായിയൊപ്പൻ, ഒരു ഓപ്പൻ വെട്ടിയവൻ, പല ആളുകളെ വാവറിക്കുന്ന വെള്ളം നിർത്തി, ഭദ്രകാളിയായ മുതുപോലെ മുതുപണ്ടാരമായ അമ്മായി അമ്മ, എല്ലാം ഇതിനാണ്. കുടുംബത്തിലെ വിശുദ്ധി പഠിപ്പിക്കുന്ന ഒരു സീരിയൽ പറയാവോ? ഭാര്യ നന്മ പഠിപ്പിക്കുന്ന ഒരു സീരിയൽ പറയാവോ? കെട്ടിയവന് വേറെ കാമുകി,
ഭാര്യയ്ക്ക് വരെ കാണും, ഒളിച്ചുകളി കണ്ടുപിടുക. ഇങ്ങനെയുള്ള പൊട്ടകഥകൾ ദിവസം പഠിച്ചു വിടുന്നത് സന്ധിക്ക് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മളുടെ നെഗറ്റീവ് തരം ഉയരുകയാണ്. ചീത്തക്കാര്യം ചിന്തിച്ചും കണ്ടുപിടിക്കും വേഗത്തിൽ ചീത്ത തരം ഉയരും. നല്ലത് കണ്ടുപിടിക്കുമ്പോൾ ആത്മാതരം ഉയരും. അത് കുടുംബത്തെ അനുഗ്രഹമാകും. വീട് ഒരു സിനിമാ തിയേറ്ററാണ്. 4, വീട് ഒരു ബ്യൂട്ടി പാർലർ. ചില കുടുംബങ്ങൾ ബ്യൂട്ടി പാർലറാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ പരമാവധി മേടിക്കുന്നവര്. കറുത്ത ആൾക്കാരെ നിറം കിട്ടാൻ വേണ്ടി പിന്നെ ശരിയിരിക്കുന്നു. 5 വെട്ടുകൂറ്റി പവർ മുഖത്തിടുന്നു, മുഖത്ത് വെട്ടം കിട്ടാൻ വേണ്ടി. വെളുപ്പ് അവസരം, വെളുത്ത സായിപ്പുമാകാൻ വരുന്ന കറുപ്പ് സൗന്ദര്യം. ശംഖുമുഖത്തും മറ്റും ബീച്ചിൽ വരുന്ന ദൈവമേ എത്ര എണ്ണ വെയിലത്ത് അതിന് തെരഞ്ഞെടുപ്പിൽ ഉണങ്ങാനിതുപോലെ മരത്തിൽ അങ്ങനെ കാണാം. അതുപോലെ ഓർമ്മ കറുപ്പ് സൗന്ദര്യം. ചില പെണ്ണുങ്ങളുണ്ട്, ആന്റിമാര് വയസ്സ് 70 ആയാലും പല്ല് പറഞ്ഞ് പൊടി പവടറിട്ട് നൽകി ചുണ്ടിനും വേണ്ടിയും ചായവും പൂശി നടന്നൊന്നും കണ്ടാത്തൊന്നും ഏതോ കലാമണം കല്യാണിക്കുട്ടിയമ്മ കൊച്ചിക്കുട്ടി ആകാൻ പോകുന്ന പെണ്ണുങ്ങളെ കാണാം. അവരുടെ ഓർമ്മ ഇത് കണ്ണിന്റെയും ചുണ്ടിനും നിറവാണെന്ന് ആൾക്കാർ കരുതുന്ന സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം. ചുണ്ടിന്റെയും കണ്ണിന്റെ നിറവല്ല, പെരയുടെ ജനലിൽ കൊണ്ട് പെയിന്റിന്റെ ബാക്കി കിളിയെ കുറിച്ചാൽ അറിയാം ഈ നടക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ വയസ്സ് 18 20 മര്യാദയ്ക്ക് തുണി കൊടുത്ത് നടന്ന കാര്യം ഒന്നുകൂടെ നോക്കും. ചില യുവതികൾ ഇറുകിയ ഡ്രസ്സും ധരിച്ച് ഇല്ലിക്കുറ്റി കൂട്ടുകൂലി പോലെ ഒരു ഷൂസും ധരിച്ച് അല്ല മുമ്പോട്ടുണ്ടി പ്രവേശം പിന്നോട്ട് തള്ളി നടക്കുന്ന കണ്ടാതൊന്നും ഏതോ എരുമപ്പെടാതെ കുഴിമറ്റത്തു നിന്നും പരത്തുംപാറയിലേക്ക് പിള്ളാത്തുമ്പളം കുടിക്കാൻ ഒരു പ്രത്യേക കാലത്തുണ്ട്. ചില ആളുകളുമുണ്ട് വയസ്സ് 75 ഒരു മുടി പോലും നനച്ചിട്ടില്ല. എല്ലാ മുടിയും 3 നില പന്തല് പോലെ, മോളിൽ കറുപ്പ്, കീഴെ ചെമ്പിന്റെ അടിയിൽ നരപ്പ്, കരിക്കലം കൊണ്ട് തലയിൽ നിന്ന് നടക്കുന്ന പ്രായം ചെന്നവരെ കാണാം. അത്ര പ്രായമായിരുന്നു ഓർക്കാൻ ജീവിതത്തിന്റെ ഭാഗം. ചില മനുഷ്യരുണ്ട്. ഒരു മനുഷ്യൻ അയൽപക്കത്തെ ചേട്ടനെ ഫോണിൽ വിളിച്ചു. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടിയെ ഫോണെടുത്ത് ഇംഗ്ലീഷിൽ ചോദിച്ചു, വേർ ഈസ് യുവർ പപ്പ? നിന്റെ അപ്പൻ എന്ത് ചെയ്യും? കൊച്ചിന്റെ മറുപടി, മൈ പപ്പ ഈസ് ഡൈയിങ്. അയാൾ ആംബുലൻസ് പിടിച്ചു കൊണ്ട് മരിക്കാൻ പോകുന്നത്. ഇപ്പൊ കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ഇനി ചില വീടുകളോ എന്തും ഒരു വീടുകൾ പറ്റുക ചില മനുഷ്യന് വരും പണിതരുന്ന വീട്. എത്രയോ വലിയ വീടുകളാണ് ബ്യൂട്ടി പാർലറായ കുടുംബങ്ങൾ. വിദേശ പഠനം ഉണ്ടാക്കുന്നത് അന്തേവാസി, 2 അരണ, 3 ഓമ്പ്, പാറ്റ, ഞണ്ട്, കവളം, തൊരപ്പനെലി, കയറെ കുത്തിയിരിക്കുന്ന അപ്പൻ, കാവലിക്കുന്ന അമ്മ, വലിക്കുന്ന പതി, ഇത്രയും ഗർഭിണിയാണ് കോടിയുടെ വീട് ഉണ്ടാക്കിയിടുക. വീട് ഒരു ബ്യൂട്ടി പാർലർ. ചില വീടുകൾ പറ്റും എത്ര കൊടുത്ത് വീടുകളാണ് ഉണ്ടാക്കിയിടുക. ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ അമേരിക്കൻ സുഹൃത്ത് ഒരു വീട് പണിതു ചങ്ങനാശ്ശേരി. ബെഞ്ചിരിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ വിശദജനം തളിച്ചിട്ട് ഓരോ മുറിപ്പടി നടന്നു എൻ്റെ വലുതിയുടെ കൊലം പറഞ്ഞത് പുറപ്പല മറപ്പല കുളിപ്പല ഇഷ്ടിക്ക് വരാം എന്തെല്ലാം മുഴുപ്പ. ബെഞ്ചിരിക്കാൻ പേര് ചങ്ങനാശ്ശേരി വാഴപ്പെട്ടില്ല. ബെഞ്ചിരിച്ച് അനിയൻ പുകൾ തുരുത്തി കളഞ്ഞായി. ചില വീടുകൾ കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. 1 വീട് ഒരു മദ്യശാല, 2 വീട് ഒരു കശാപ്പുകാരൻ, 3 കുടുംബം ഒരു സിനിമാ തിയേറ്റർ, 4 ഒരു ബ്യൂട്ടി പാർലർ, 5 വീട് ഒരു സിമിത്തേരി. ചില വീടുകൾ സിമിത്തേരികളാണ്. എങ്ങനെയുള്ള വീട്? വർത്തമാനം പറയാത്ത വീട്. ഭർത്താവും ഭാര്യ ഒരുമിച്ച് കൂടുമ്പോൾ സംസാര വിഷയമേ ഇല്ല. ചായക്കടയിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോൾ ഇഷ്ടംപോലെ സംസാര വിഷയം. പള്ളിയിൽ വരുമ്പോൾ കൂട്ടുകാരികളെ കാണുമ്പോൾ ഇഷ്ടംപോലെ സംസാര വിഷയം. വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോഴോ മിസ്റ്റർ സക്കറിയ, എലിസബത്ത്, നിത്യമൗനം, കുത്തിയിരിപ്പ്, ഒന്നും പറയാനില്ല. ചില കുടുംബത്തിൽ ആകെയുള്ള സംസാര വിഷയം കാലാവസ്ഥയാണ്. ഓഹോ, അവർ ഭയങ്കര ആദിയാണല്ലോ. ഒരു മഴക്കാലം ഇങ്ങനെ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്. മിക്കവാറും ചങ്ങനാശ്ശേരി പെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. കാലാവസ്ഥ ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ വിഷയരാജ്യത്തിനോട് പല വിപര്യമാരും വേണ്ടി മരിച്ചുപോയ ദൈവം ഒരു സന്ധ്യയിൽ ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാരെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് മുട്ടി ഒരുങ്ങി കൊച്ചു വർത്താനം പറയണം, എന്നിട്ട് കിടക്കാൻ പോകാവൂ. ഉടനെ ഒരു ഭാര്യ വരച്ചാൽ 15 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് ഈ മനുഷ്യൻ വിളിയാൽ മതിയായിരുന്നു. ഇയാൾ സന്ധ്യയാകുമ്പോൾ 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. എന്തിനാ 3 അടി? 1 സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയുണ്ട്. വേറെ വർത്തമാനം പരിചയമില്ല. ഒരു കാര്യം ഓർത്തോണം, പെണ്ണുങ്ങൾ വേണ്ടിയില്ലെങ്കിൽ ആണുങ്ങൾ അകാലത്തിൽ വൃദ്ധന്മാരായി മാറും. മുടി നരിക്കും, മൂത്ത് ചൂടും വീഴും. പക്ഷേ ആണുങ്ങൾ സംസാരിച്ചതിനും പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വർത്താനം വരെ അറിയാവുന്നവരും അതിന് വകുപ്പുള്ളവരുമാണ്. ഒന്നുമല്ലെങ്കിൽ കോഴിയെ നോക്കി കോഴി ബാബാ ബാബാ വിളിച്ചിട്ടുണ്ട്, എന്തേലും നേരം വേണ്ടി നിൽക്കാം.
കിട്ടിയ അയലോകത്തെ സ്ത്രീ നീ ഒരു വാ വന്നു വിളിക്കാനായിരുന്നു സംസാരം വേണം. ഒരു സ്ത്രീ വെച്ചാൽ എന്റെ കെട്ടിയവനെ കണ്ടെങ്കിൽ തൊഴിൽ കൊടുക്കാനാണ് അയാൾ അടിഞ്ഞിട്ട് ആദ്യ രാത്രി പൊന്നലയുടെ ചൂട് പഠിച്ച് മുട്ടി ഒരുമി കൊച്ചു വർത്താനത്തിന് കിടക്കാൻ നോക്കുന്നു. ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാണ് എന്നെ അച്ഛ ഭൂമിശാസ്ത്രം പഠിക്കാനെല്ലാം കിട്ടിക്കൊണ്ടത് അങ്ങനെ അങ്ങനെ ചോദിച്ചു. എന്റെ അച്ഛ വിവാഹം നോക്കി അച്ഛൻ പറഞ്ഞായിരുന്നു വിഷയങ്ങൾ തീരുമ്പോൾ പലപ്പോഴും വിഷയങ്ങൾ ഉണ്ടാക്കി പഠനം പറയാനും ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയല്ലേ. ഇവിടെ പൊതുവിജ്ഞാനം ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നത് ആ വിഷയം എടുത്തിട്ട് ഇത്രയും വലിയ വിഷയമാവുന്ന അച്ഛ ഒരിക്കലും ഞാൻ പറയുന്നില്ല. ചെല്ലു പറയും എന്നാ മിണ്ടാനച്ച ആകെയുള്ളത് 84 വെള്ളപ്പൊക്കത്തിന്റെ കാര്യം, വേറെ ഒന്നും പറയാനില്ല. അത് തന്നെ പറഞ്ഞോണം. ഭർത്താവിന് രാഷ്ട്രീയ അറിയുകയും ഉമ്മൻചാണ്ടി എങ്ങനെ വേണം അച്യുതാനന്ദ വരൂ പിണറായി വേറെയാവുമോ കേന്ദ്രത്തിൽ എന്നാ പറ്റും രാഷ്ട്രീയം തന്നെ ചോദിക്കണം. പാഴയോടെ സ്വർണ്ണവൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് നമുക്കൊന്ന് മേടിച്ചാൽ പിന്നെ വർത്തമാനം വീഴുമോ? വെട്ടം വീഴുന്നതല്ലേ. അത് തന്നെയായിരിക്കും സംസാര വിഷയം. വീട് സിമിത്തേരി ആകട്ടെ, സംസാരമുള്ള വീട് സംസാരം. വീട് ഒരു നരകം. ചില കുടുംബങ്ങൾ നരകങ്ങളാണ്. എങ്ങനെയുള്ള വീടാണ് നരകം? ക്ഷിപ്ര കോപമുള്ള കെട്ടികൾ, തെരുക്കുതരം എന്നും പറഞ്ഞ് എഴുതിയാടുന്ന ഭാര്യ, ആ വീട് നരകമായി മാറും. ചൂടാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ. ഒരു ഭർത്താവ് സ്കൂൾ അധ്യാപകനാണ്. ഡെയിലി 8 നേരം വിളിക്കാതെ രാവിലെ 9 സ്കൂളിൽ പോവുകയാണ്. ഭാര്യ 5 കേൾക്കാതെ അടുത്ത് വീട്ടിലേക്കും ചെയ്തില്ല. ഒരു ദിവസം 1 പറഞ്ഞു 2 പറഞ്ഞു വെള്ളം വന്നു ഡോസ് കൂടി നേരം വിളിച്ചിട്ട് ഇയാൾ സ്കൂളിലേക്ക് പോയി. എന്നും വൈകുന്നേരം 4 തന്നെയാണ്. അമ്മ ഉച്ചയ്ക്ക് 2 വന്നു. ഭാര്യ ചോദിച്ചു താങ്കളുടെ അവധിയൊക്കെ വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നേലിരിക്കുകയാണ്. കിട്ടിയ നല്ലടി ഞാനും ഹെഡ്മാസ്റ്ററും കൂടെ 1 പറഞ്ഞു 2 പറഞ്ഞു കത്തി കയറി കൊമ്പ് കൊടുത്തു. അരിശമെന്ന് ഹെഡ്മാസ്റ്റർ എന്നോട് പറയുക താൻ വല്ല നരകത്തിലും കൊണ്ടു. ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത് വരെ എങ്ങോട്ട് പോകുന്നില്ല. നരകത്തിലെ കഥാപാത്രങ്ങളായിരിക്കുക കാലം പിശാചി ശവങ്ങൾ. ഭാര്യ ഭർത്താവിനെ വിളിക്കും. കണിച്ചില്ലാത്ത കാലം പോകുന്നു കണ്ടില്ലേ. ഭർത്താവ് ഭാര്യയെ വിളിക്കും. വൃത്തിയില്ലാത്ത മുതപ്പിശാച് പരിചയം കണ്ടില്ലേ. മക്കളെ നോക്കി പറയും അയൽപക്കത്തെ വിടാൻ പഠിക്കാൻ വിളിക്കുക. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, 2ാമത്തെ ശവം 7ാം ക്ലാസ്സിൽ, 3ാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ആ വീട്ടിലെ മക്കളോട് ചോദിക്കുക കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്ത് ചായ കുടിക്കാൻ വരും. വിശാലോ കരി വെട്ടിക്കൊണ്ടിരിക്കുന്നു, ചോറ് വാർത്തോണ്ടിരിക്കുന്നു, തുണി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം വീട് ഒരു നരകമാണ്. വീട് ഒരു അനാഥശാല. ചില വീടുകൾ അനാഥശാലകളാണ്. എങ്ങനെയുള്ള വീടാണ്? അനാഥശാലയിൽ ഭക്ഷണം, പാർപ്പിടം, മരുന്ന് എല്ലാം. പക്ഷെ അനാഥശാലയിൽ ആരുടെയും സ്വന്തമല്ല. കുഴിമറ്റത്തും പരിസരത്തുമുള്ള പല സമ്പന്ന കുടുംബങ്ങളും അനാഥശാലകളാണ്. ഒത്തിരി പ്രായമായ അപ്പനെയും അമ്മയുടെയും കൂടെ ഇരിക്കാനും വർത്താനം പറയാനും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും സമയമില്ലെങ്കിൽ കാരണമാർക്ക് വീട് അനാഥശാല. ഒരുപാട് അലഞ്ഞ് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ കേൾക്കാനും ബഹുമാനിക്കാനും ഭാര്യയ്ക്ക് മനസ്സിലെങ്കിൽ ഭർത്താവിന് വീട് അനാഥശാല. കഴുതയെ പോലെ വഴിയെടുക്കുന്ന ഭാര്യയെ അംഗീകരിക്കാൻ അനുമോദിക്കാനും ഭർത്താവിന് സമയമില്ല. മക്കൾക്ക് ബഹുമാനിക്കാൻ പറ്റുമെങ്കിൽ ആ ഭാര്യയ്ക്ക് വീട് അനാഥശാല. കേരളത്തിലൊരു സിനിമ വർഷങ്ങൾക്കൊന്നും പറഞ്ഞ് മോഹിനിയാട്ടം. അതിൽ മലയാളത്തിലെ പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ നമ്പി ഇങ്ങനെ കുറിച്ച് വെച്ചു ഒരു പാട്ട്. സ്വന്തം എന്ന പദത്തിനർത്ഥം ബന്ധം എന്ന പദത്തിനർത്ഥം സ്വന്തങ്ങൾ, ബന്ധങ്ങൾ വെറും ജനരേഖകൾ. നമ്മുടെ കുടുംബങ്ങൾ അനാഥശാലകളാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും സാന്നിധ്യവും സാമൂഹ്യവും കൊടുക്കുന്ന ഇടങ്ങളാണ് വീടുമാണ്. 8 വീട് ഒരു ചന്ത. ചില വീടുകൾ ചന്തയാണ്. എങ്ങനെയുള്ള വീടാണ്? ചന്തയിലെ വർത്തമാണ്. വാ പൊളിച്ച തെറി പറയുന്ന വീട്ടിൽ ഒട്ടും മയമില്ലാത്ത ഭാര്യ, കുഞ്ഞുങ്ങളോട് ഒരു ചീത്ത പറയുന്ന മാതാപിതാക്കൾ. ആ വീട് ഒരു ചന്തയാണ്. അപ്പൻ്റെയും അമ്മയുടെയും വർത്തമാനം മക്കൾ കണ്ടുപിടിക്കും. ഒരപ്പൻ വാ വിളിച്ചാൽ പറയുന്ന വാക്ക് കോപ്പ് കിഴങ്ങ്, മാട കോട, കോക്കൻ ഉണ്ണാക്കൻ, കോന്തൻ കൊസകൻ, മറ്റോൻ മരിച്ചത്. അപ്പൻ്റെ 6 വയസ്സുള്ള മോൻ ഇത് കേട്ടുപിടിച്ചു. അവൻ ഗുണനപ്പട്ടിക പോലെ പറഞ്ഞു വിളിച്ചു കോപ്പയെ കിഴങ്ങ്, മാട കോട, കോക്കൻ ഉണ്ണാക്കൻ, കോന്തൻ കൊസകൻ. പള്ളിപ്പെരുന്നാൾ അപ്പൻ 200 രൂപ കൊടുത്ത് ഒരു മുഴുത്ത പ്ലാസ്റ്റിക് തീവണ്ടി മേടിച്ചു കൊടുത്തു. ആ തീവണ്ടി അവൻ നേരെ വിളിച്ചു. അവൻ ചൂളം വിളിച്ചു. വണ്ടി ഒന്ന് ശബ്ദം കിട്ടാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. 1ാം നമ്പർ കമ്പാർട്ട്മെന്റ് 5 കിഴങ്ങന്മാർ, 2ൽ 3 ഓപ്പന്മാരും വന്നിട്ടുണ്ട്. വണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അപ്പോൾ ഈ ചോറിന് കയറുന്ന അരിശം കുറെ കഴിഞ്ഞു. വണ്ടി നിർത്തിയ ശബ്ദം.
ചങ്ങനാശ്ശേരി ട്രെയിൻ എത്തി 5 കോട്ടന്മാരും 4 കിഴങ്ങന്മാരും കയറി വീണ്ടും വണ്ടി കൊല്ലത്തേക്ക് പോകും. ഐസ്മനകത്ത് തീവണ്ടി ഒറ്റയാണ്. 5 കഷ്ണം തീവണ്ടി പൊട്ടി പറഞ്ഞു പോയി. ഇവൻ കുത്തിയിട്ട് കരഞ്ഞ് അവന്റെ സ്വരം അടിച്ചു. അരമണിക്കൂർ അപ്പനെ മനസ്സിടിച്ചു. ഞാനാണ് കുത്തിയിരുന്ന് പോകുന്നത്. എന്റെ തീവണ്ടി അപ്പൻ എനിക്ക് പൊട്ടിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, ചീത്തവാക്ക് പറഞ്ഞില്ല, മേലി പറയാൻ പരിഹാരമുണ്ടോ പറഞ്ഞു. അപ്പനാണ് സത്യം, മേലി ചീത്തവാക്കൊന്നും പറയുക, പുതിയ ഒന്നും മേടിച്ചു തരാം. അപ്പം പറഞ്ഞു, പുത്തം മേടിക്കാൻ കാശില്ല, പെറുക്കി കൊടുത്തു തരാം. അപ്പം കുത്തിയിരുന്നു എല്ലാം പെറുക്കി കൊളുത്തി പഴയതുപോലായി. എറിഞ്ഞു പൊട്ടിക്കാനും കൊളുത്താനും എല്ലാം കൂടി 1 മണിക്കൂർ എടുത്തു. മേലിൽ അഴുക്കുവാക്ക് പറഞ്ഞേക്കരുത്, അപ്പനാണ് സത്യം പറയുക. അപ്പം നോക്കുന്നു. അവൻ തീവണ്ടി നിലയിലെത്തി ചോളം പിടിച്ചു. വണ്ടി ഒരു ശബ്ദം കേൾപ്പിച്ചു. പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റൊരുകാരൻ ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയിരുന്ന കാര്യം വേഗപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എങ്ങനെയാണ് അപ്പനമ്മ, അങ്ങനെയാണ് മക്കളെന്ന് പറയുക. വീട് ഒരു ചന്തയാണ്. കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത് ഒരു ചന്തയിലെ സംസ്ഥാന ഭാഷയാണ്. ഇത് 8 എണ്ണം തെറ്റായ ഗുണം എങ്കിൽ വീട് 9ഉം 10ഉം മോഡലിൽ ആക്കപ്പെടണം. 9 വീട് ഒരു വിദ്യാലയം. നമ്മുടെ തിരുനാളുകളും നമ്മുടെ ധ്യാനചന്ദ്രകളും നമ്മളെ വിളിക്കുന്നത് ഈ 9ാം മോഡലാക്കി വീടിനെ മാറ്റാനാണ്. വീട് ഒരു വിദ്യാലയം. നമ്മുടെ വീട് ഒരു സർവകലാശാലയാണ്. അവിടുത്തെ അധ്യാപകരെ അപ്പനും അമ്മയുമാണ്. വിദ്യാർത്ഥികൾ നിങ്ങളുടെ മക്കളാണ്. അപ്പന്റെ അമ്മയുടെ പെരുമാറ്റം കണ്ടു വേണം മക്കൾ പഠിക്കാനായിട്ട്. ഉദാഹരണം, പള്ളിയിൽ കൃത്യസമയത്ത് ഒന്ന് അപ്പനും അമ്മയാണ്, മക്കളും അങ്ങനെ പോകും. വേദോത്സവം കഴിക്കുന്ന മാതാപിതാക്കളാണ്, കുഞ്ഞുങ്ങൾ അങ്ങനെ ബൈബിൾ വായിക്കും. കുമ്പസാരിക്കുന്ന മാതാപിതാക്കളാണ്, സന്ധ്യാപ്രാർത്ഥന ഉള്ളവരാണ്, കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യും. കണ്ടുപഠിക്കുന്നു. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും. അവൻ യൂണിവേഴ്സിറ്റി എന്ന വാക്ക് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാറ് കിടിക്ക് നുള്ളി പിടിച്ചു കുടിക്കും. ആരെക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി. സാറ് നിങ്ങളുടെ അപ്പനെ എത്തിച്ചു. എനിക്ക് ഒറ്റ ആഗ്രഹം, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് എനിക്ക് പറയുകയാണ്. അവളോട് എഴുന്നേക്കൊണ്ട് ചെറിയ 10 പ്രാവശ്യം യൂണിവേഴ്സിറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം പറഞ്ഞു, പൊന്നു സാറെ നിർബന്ധിക്കേണ്ടതാണ്, അവന്റെ കപ്പാസിറ്റി അത്രയും അവൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുക. എങ്ങനെയാണ് അപ്പനും അമ്മയും അങ്ങനെയാണ് മക്കളെന്നാണ് പറയുക. നമ്മളെ കാണും, നമ്മളിൽ നിന്ന് നമ്മൾ പഠിക്കണം. വീട് ഒരു സർവകലാശാല, കുടുംബം ഒരു വിദ്യാലയം. 10 വീട് ഒരു ദേവാലയം. വീട് ഒരു ദേവാലയം. എന്താണ് ദേവാലയം? കുടുംബത്തിൽ ദേവാലയ അന്തരീക്ഷങ്ങൾ, ഗുഡ്നസ് സ്റ്റാൻഡ്, ശാലോം ദിവി, ഇതൊക്കെ നമ്മൾ തുറന്നു തരാം. രൂപതയുടെ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വരുത്തിയാണ്. ഭക്തി പ്രഭാഷണം, ഭക്തി ഗാനങ്ങൾ കുടുംബത്തിൽ ഉയരണം. എവിടെയും ഒരു ഭക്തിയുടെ ഒരു പ്രപഞ്ചം അനേകിച്ചു വരുന്ന അവസ്ഥ, അതിന് വിളിക്കുന്ന വാക്ക് വീട് ഒരു ദേവാലയം. നമ്മുടെ വീട് ദേവാലയമാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബം ഒരു ദേവാലയമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് നല്ലൊരു മാതൃക ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. കുടുംബത്തെ ദേവാലയമാക്കി നൽകിയ യോസേഫും മറിയവും ബാലനായ യേശു. ലൂക്കോസ് സുവിശേഷം 2 പാരമ്പര്യം പാലിച്ചവരും ആരാധന അനുഷ്ഠിച്ചവരുമായ യോസേഫും മറിയവും കൂടി ബാലനായ യേശുവിനെയും കൊണ്ട് 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ മുതിർന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. ആരും ആരെയും ശ്രദ്ധിക്കുക. ഒരു വഴിയെ കൂടെ കയറിപ്പോവാൻ, ഒരു വഴിയെ കൂടെ ഇറങ്ങിയപ്പോൾ അപ്പോൾ ആരും നഷ്ടപ്പെടുകയാണ്. തിക്കി ഒരു ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ നടക്കും. ഒരു 4 എത്തുമ്പോൾ വൈകുന്നേരം 5 മണിയാണ്. ആ സമയം ഉച്ചവരെ ഉടവരെയും കണ്ടുപിടിക്കും. യഹൂദർക്കൊരു നിയമമുണ്ട്. 12 വയസ്സ് വരെ യഹൂദൻ ബാലനാണ്. അവൻ അമ്മയോടെ നടക്കണം, പെണ്ണുങ്ങളോട് നടക്കണം. 12 കഴിഞ്ഞാൽ യുവാവാണ്, അപ്പനോട് നടക്കണം, ആണുങ്ങളോട് നടക്കണം. കൃത്യം 12-ാം വയസ്സിൽ 2 കൂട്ടത്തിൽ നടക്കാം. യേശു കരുതി 12 അമ്മയോടുണ്ട്, മറിയം കരുതി 12 അപ്പനോടുണ്ട്. ഒരു ദിവസം നമ്മൾ 2 കൂട്ടത്തിലുമില്ല. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളാണെങ്കിൽ കെട്ടിവനെ വെറുതെ കൊണ്ടുപോകും. എന്നാ ബഹളമായിരുന്നു, മോനെ കൊണ്ടുപോകാൻ തപ്പി പിടിച്ചുകൊണ്ട് വാങ്ങും, താനല്ലേ കൊണ്ടുപോകുന്നത്. ആണുങ്ങളുണ്ട്, പെറ്റവള പോകേണ്ടത് കൊച്ചിനെ വലിയ ഡ്യൂട്ടിയാണ്. ഒരു വഴക്കുമില്ല. 2 പേർ ഒരുമിച്ച് ദേവാലയത്തിൽ ചെന്നു മോനെ കണ്ടുപിടിച്ചു. മോനെ കണ്ടതോ മധുപകയോട് ചേർന്ന് വേദപണ്ഡിതന്മാരുടെ വാർത്ത. 12 വയസ്സിൽ യേശുവിനെ കണ്ടത് ദേവാലയത്തിൽ മതിലെ വായു പൊളിച്ചിരുന്ന യേശുവല്ല, പള്ളിയുടെ ഫോട്ടിക്കോയിൽ എടുത്തുപറ്റി നോക്കിയിരിക്കുന്ന ക്രിസ്തുവല്ല, മധുപകയോട് ചേർന്ന് വേദപണ്ഡിതന്മാരോടൊപ്പം തട്ടിക്കുന്ന യേശു. മക്കളെ നന്മയിൽ വളർത്തിയോ അവർ പള്ളിയിൽ പോകുന്നു പറഞ്ഞാൽ പള്ളിയിൽ തന്നെ പോകും, വേറെ എവിടത്തും പോകത്തില്ല. അവനെ കൂട്ടിക്കൊണ്ടുപോയി വഴക്കില്ല, ബഹളമില്ല. യോസേഫും മറിയവും കൂടി വഴക്കുണ്ടാക്കിയെന്ന് ഈ ഇടയെ അറിയുക.
മനോരമ, മംഗളം, മാതൃഭൂമി, ദീപികയും വലിയ വാർത്ത. അത് എവിടെ വെച്ചാൽ വഴക്കുണ്ടായത്? കോട്ടയം നാഗപടം വെച്ചായിരുന്നു അവിടെ വഴക്കും. പത്രത്തിൽ വലിയ വാർത്ത, സെന്റ് ജോസഫ് കയറി സെന്റ് മേരിക്ക് ഇടിച്ചു. ഇതാണ് വാർത്ത. ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്, അവരിൽ യാതൊരു വഴക്കുമില്ല. ഇന്ന് ബസ്സിന്റെ ഒക്കെ പേര് അങ്ങനെയല്ലേ? ഇവിടെ ചങ്ങനാശ്ശേരി കൂടെ പോകും അന്വേഷണം സ്റ്റാൻഡിൽ അഡ്വാൻസായ എല്ലാവർക്കും കാണാവുന്ന വിധം സെന്റ് തോമസ് മാറിക്കിടക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തൊടുപുഴയിൽ വൈകിട്ട് 3:15 പോകുമ്പോൾ പല ബസ്സുണ്ട്. ജീസസ്, മുണ്ടമല്, BPMS, റോഡേഴ്സ്, പ്രകാശ്. 3:15 കേൾക്കാം. ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡിൽ പോകണം. ഏറ്റവും രസമുള്ള വണ്ടി പാലായിലാണ്. വൈകുന്നേരം 4:00 പാല കൊട്ടാരത്തിന്റെ സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് പോകും. ആ ബസ്സിന്റെ പേര് ജീവൻ ട്രാവൽസ്. ആ ബസ് പോകുന്നത് പാല മരിങ്ങാൻകുടി, കുറവരിങ്ങാട്, കുറുപ്പന്തറ, കല്ലറ സജ്ജയാണ് പോവുക. 4:50 കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധ ജീവൻ പോവുകയാണ്. കല്ലറയിലേക്കുള്ളത് കടന്നു വന്നത് പ്രത്യേകമായി. ഇവിടെയാണ് സെന്റ് ജോസഫ് കയറി സെന്റ് മേരി പിടിച്ചു. യോസേഫും മറിയവും കൂടി യാതൊരു വഴക്കുമില്ല. സ്നേഹത്തിന്റെ ദൈവമായ ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന കുടുംബത്തെ നമുക്ക് സ്വർഗവാക്കാനും നരകവാക്കാനും പറ്റും. കുടുംബത്തെ സ്വർഗവാക്കുന്ന 7 തൂണുകൾ. ആ തൂണുകൾ കാണുമ്പോൾ ചിന്തകളുടെ സമാധാനം നമുക്ക് കണ്ടുവരാം. വീടിനെ സ്വർഗവാക്കുന്ന 7 തൂണുകൾ. ഓരോ തൂണും ആരംഭിക്കുന്നത് സ എന്ന വാക്കിലാണ്. ഒന്നാമത്തെ തൂണിന്റെ പേര്, കുടുംബത്തെ സ്വർഗവാക്കുന്ന ഒന്നാമത്തെ തൂണ്, ആ തൂണിന്റെ പേരാണ് സ്വാതന്ത്ര്യം. കുടുംബത്തിൽ സ്വാതന്ത്ര്യം വേണം. ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ ലജ്ജ തോന്നിയിരുന്നില്ല. അതിലൊക്കെ തുണിയില്ലെന്നല്ല. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, ദൈവത്തെ ഒളിക്കാൻ മനുഷ്യർക്കൊന്നുമില്ല. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർ ലജ്ജ തോന്നിയിരുന്നില്ല. പഴയ നിയമത്തിൽ നഗ്നത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. ദാവീദ് രാജാവ് വാഗ്ദാന പേടകം ശിരസിൽ വഹിച്ച് യോർദാന്റെ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ ദൈവത്തിന് മുമ്പാകെ സ്വാതന്ത്ര്യം രാജാവ് തുണി ഉരിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി. തുണി ഉരിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി. ദൈവത്തിന് മുമ്പിലെ രാജാവിന്റെ സ്വാതന്ത്ര്യം. ചില കൊച്ചു പിള്ളേർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. 1-ാം ക്ലാസ് വീട്ടിൽ വരുന്ന ആൺകുട്ടി അമ്മയുടെ തലവട്ടം കാണുമ്പോൾ ട്രൗസറിന്റെ തോളയിലിട്ട് കൂവിക്കോട് ഓടുന്നതാണ് അമ്മയുടെ കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെയ്യും. ഓരോ മുന്നിലൂടെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ കൊലരിഞ്ഞാനും മാത്രമിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛന്റെ പറഞ്ഞ കരയിൽ നടന്നു. തള്ള പറഞ്ഞു, ചെറുക്കാം നാടൻ അകത്ത് പോയി വരും ഇട്ടുകൊണ്ട് പാടാം. അമ്മ ഈ ആഘോഷമായിട്ട് കാലയില് ചെരുപ്പ് ഒളിക്കാനും മറിക്കാനുമില്ല. ചില കടുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസിന് പാല KSRTC സ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാനിങ്ങനെ മോട്ടോർ സൈക്കിളിൽ പോവാ. പ്രകടിത്താൻ 2 കുടിയന്മാര് പൂക്കുറ്റി പൂസായിട്ട് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത്. ഒരു കുടിയൻ കരിഞ്ഞ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്യു പോലെ വളർന്നു നിൽക്കുന്നു. വേറെ കുടിയൻ കഷ്ടപ്പെട്ട് കീഴത്തുണി അരി ഉടുത്തില്ലാ ബന്ധത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. ഞാനിതിനെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാം, നാണക്കിട്ടവൻ ആ പോകുന്ന ഉപയോഗിക്കുന്ന ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളെ മറക്കരുത്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പോൾ നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതിലും എനിക്കുണ്ടാകുന്നത് ഇവനെ മൊത്തം പഠിച്ച് മറ്റൊന്ന് ഒളിപ്പിക്കുന്ന ഒളിക്കാനും മറയ്ക്കാനും ഇല്ല. ജീവിതത്തോടെ സ്വാതന്ത്ര്യം. ഭാര്യയോട് എന്തും പറയാൻ ഭർത്താവിന് സ്വാതന്ത്ര്യം വേണം. ഭർത്താവിന് എന്തും പറയാൻ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം വേണം. എന്തു വേഗം എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാനെന്ന ഭർത്താവ് ഭാര്യയ്ക്ക് അനുവദിച്ചു കൊടുക്കണം. എന്തു പേരും എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാനെന്ന ഭാര്യ ഭർത്താവിന് അനുവദിക്കണം. അതിന് വിളിക്കുന്ന വാക്ക് സ്വാതന്ത്ര്യം. ചില ആളുകൾ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ അവൻ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, അച്ഛൻ ഈ കാര്യം അവളോട് പറയാമോ? ചില പെണ്ണുങ്ങൾ പറയും, അച്ഛാ ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, അച്ഛൻ ഈ കാര്യം എന്റെ കെട്ടിയവനോട് പറയാമോ? എന്തു പേരും പറയാനുള്ള സ്വാതന്ത്ര്യം. മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെണ്ണുകളുടെ സ്വാതന്ത്ര്യം, ഇളയ പെണ്ണുങ്ങൾക്ക് മൂത്ത ആങ്ങളയോടുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഭർത്താവ് ഭാര്യയേക്കാൾ പ്രായത്തിൽ ഒരു ദിവസം മുതൽ 12 വയസ്സ് വരെ അവൻ മൂത്തവനായിരിക്കണം. ഇനി പ്രായം കുറഞ്ഞു പോയതിനെ കിട്ടിയെങ്കിൽ നാം ഡൈവോഴ്സിന് പോകണമെന്നില്ല. മനഃശാസ്ത്രം പറയുന്നത് ഭർത്താവ് ഭാര്യയേക്കാൾ മൂത്തതായിരിക്കണം. എന്നാൽ നല്ല മൂപ്പ് ആയിക്കോടെന്ന് കരുതി 20 വയസ്സ് മൂത്ത ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കരുത്. അവർക്ക് തോന്നും
വല്യപ്പനെ കെട്ടിയിരിക്കുന്നു. കാഴ്ചയെണ്ണ പറയുമ്പോൾ പൊട്ടൻചുക്കാതി പിന്നതേലും മൈനയിലെ ചൂടുവെള്ളം വരുമ്പോൾ തപ്പിപ്പോകും. പ്രായം അല്പം ഇടയതാണോ മക്കളെ ഭരിക്കുന്ന പോലെ അവൾ അതിനെ ഭരിക്കാൻ തുടങ്ങും. പ്രായം ഒപ്പത്തിനൊപ്പമാണോ പിള്ളകളിയും കരുതമാശുവാകും. ഒരു ദിവസം മൂത്തതാണോ മൂത്ത ആളുകളുടെ ബഹുമാനം അവൾ ഭർത്താവിന് കൊടുക്കും. ഇതേ ബന്ധുക്കളുടെ വാത്സല്യം അവൻ അവർക്ക് കൊടുക്കും. ഇപ്പൊ കുടുംബത്തിൽ സ്വാതന്ത്ര്യം, എന്തുപേരും പറയാണ്ട് സ്വാതന്ത്ര്യം കുടുംബത്തെ സ്വന്തമാകും. രണ്ട്, സുരക്ഷിതത്വം. കുടുംബത്തിൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാകണം. എന്താണ് സുരക്ഷിതത്വം? പൗലോസ്ലീഹ പറയും എഫേസ്യസ് 5:22 മുതൽ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരുടെ കണ്ടൽ ഒന്നാകുന്നു, ഇതൊരു മഹാരഹസ്യമാകും. ഒരു മഹാരഹസ്യമാകും. ഒരു വലിയ കല്യാണത്തിന് കപ്പ്യാരി ഭാവം വായിച്ചു. 100 കൂട്ടം ബഹളങ്ങൾക്കിടയിൽ സ്പീഡ് കൂടിപ്പോയി. ആ വായിച്ചത് ഇങ്ങനെയാണ്: ഇക്കാലത്താൽ പുരുഷൻ മാതാപിതാക്കളുടെ ഭാര്യയോട് ചേരും, അവരുടെ കണ്ടൽ ഒന്നാകുന്നു, ഇതൊരു മഹാരസമാകുന്നു. രഹസ്യവുമാണ്, മഹാരസവുമാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്നു, 25 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരും. 25-ാം വയസ്സ് അവരുടെ കെട്ടിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കുന്ന അവർക്ക് പിന്നെ പെട്ടെന്ന് പോയാൽ മതി. എന്നാടി തിരുത്തം ഈയും ചെന്നിലെ പ്രശ്നമാണ്. ഷീറ്റ് ഞാറ്റിയിട്ടിരിക്കുന്നു, അടക്കിയിട്ടിരിക്കുന്നു, കൊപ്ര വെട്ടിയിട്ടിരിക്കുന്നു, കുട്ടുപാല് തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാം കുറവാകും. പിന്നെ നമ്മൾ നോക്കുക, പിന്നെ തന്നെ എടുക്കണം, അപ്പൻ്റെ കിണ്ടി എടുത്തുകൊണ്ട് പോകണം, അമ്മയുടെ കണ്ണിൽ പറിച്ചുകൊണ്ട് പോകണം, നടവാറിലെ സാക്ഷാത് ഉപയോഗിക്കൊണ്ട് പോകണം. അവർക്കറിയാം ഒരു മഹാരസം, ഒരു മഹാരഹസ്യം. ഇപ്പൊ സുരക്ഷിതത്വ ബോധം കുടുംബത്തിൽ കൊടുക്കുക. ഒരു പുരുഷൻ ഭാര്യയ്ക്ക് ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, പള്ളിയിൽ പാൻ സ്വാതന്ത്ര്യം, കൂടെ നമ്മൾ ഉറപ്പ്, ഇത്രയും കൊടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യ കൊടുക്കുന്നത് സുരക്ഷിതത്വ ബോധമാണ്. ഒരു സ്ത്രീ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു, രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു, പൈസ നോക്കിക്കണ്ട് ചെലവഴിക്കുന്നു, ഭർത്താവിനെയും കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. അവൾ കൊടുക്കുന്നത് സുരക്ഷിതത്വ ബോധമാണ്. സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന വർത്തമാനം പറയില്ല. താൻ പോകുന്ന വഴിക്ക് വണ്ടി അടിച്ച് ശാപത്തെ നീ ചേട്ടാൻ വിധത്തിനെ കെട്ടാമെന്ന് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടും. എത്ര ആലോചിച്ചതാ ഈ കാലമാടനാണെന്ന് വന്നിട്ട്, എത്ര ചിന്ത പത്തിരാളിയാണെന്ന് കിട്ടിയത്. ഇതൊക്കെ സെക്യൂരിറ്റി ഫീലിംഗ്, സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നതാണ്. സംശയം വന്നോ സുരക്ഷിതത്വ ബോധം പോയി. ഈ സംശയം എവിടെ തുടങ്ങുന്നതാ? പരദീസായി. ആദ്യ രാത്രി 12 മണിക്ക് ആറും പൂർവ്വം വെച്ച് തുടങ്ങുമ്പോൾ ആറത്തിന്റെ വയറെ കൂടെ ചൂട് കൊണ്ട് പോകുന്ന പോലെ എന്തോ ഒന്ന് ഇഴഞ്ഞു വരും. ആറും ഞെട്ടിയിൽ നോക്കുമ്പോൾ ഔവ അവന്റെ വയറെ കയറിയെന്ന് വായിൽ എണ്ണുക. 1, 2, 3, 3, 2, 1. എന്നാടി തപ്പുന്നു? ഇല്ലാതെ വീഴ്ച നിങ്ങളുടെ വേപ്പന്റെ വാരിയിലും പോയെന്ന് ഞാനൊന്ന് നോക്കുക. 1, 2, 3, 3, 2, 1. ഇന്നുകൊണ്ട് സംശയിക്കുന്ന ഭർത്താക്കന്മാര് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ചുറ്റും നടന്നു നോക്കുന്നു. സിഗരറ്റ് കുറ്റി നീരി കിടക്കുന്നുണ്ടോ? തീപ്പെട്ടി പോലെ കത്തി കിടക്കുന്നുണ്ടോ? ബെഡ്ഷീറ്റ് മടങ്ങിയാണോ? പുറത്ത് ചുരുണ്ടാണോ? തലയുടെ തലയബുദ്ധിയാണോ? ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്. ചില പെണ്ണുങ്ങൾ ഭർത്താവ് ഷർട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിടുമ്പോൾ തളവരുടെ ബുദ്ധി തവളയായിട്ടും ചാടിച്ചാടിച്ച് നോക്കും. വല്ല നീണ്ട മുടിയെങ്ങാനും ഷർട്ടിൽ ഉറങ്ങി കിടക്കുള്ളൂ. ഒരു ദിവസം കറുത്ത മുടി. ഏത് ചെറുപ്പക്കാരുടെ കൂടെ പോയാലും തനിപ്പം പറഞ്ഞോളും, അല്ലെങ്കിൽ ഞാനും അവിടെ ഇറങ്ങിപ്പോകും. ഒരു ദിവസം ഒരു നരച്ച മുടി, കൊള്ളാമല്ലോ, കിളവിമാരെ വെറുതെ. ഒരു ദിവസം ഒരു മുടിയിൽ നമ്മുടെ കള്ള താനിന്റെ കഷണ്ടിയുള്ള പെണ്ണുങ്ങളോടാ പോയെന്ന് എനിക്ക് നല്ല ഉറപ്പ്. സംശയം വന്നോ പ്രശ്നം. ഒരു കാര്യം ഓർത്തോളൂ, ഭാര്യയോട് അധികം സംസാരിക്കാത്തവൻ ഒരു ഫോൺ വരുമ്പോൾ ഉൽപ്പത്തി മുതൽ ഒരുപാട് വരെ വർത്താനം പറയാൻ കഴിഞ്ഞാൽ ആ ഭർത്താവിനെ ഭാര്യ സംശയിക്കും. അവിടെ നിന്നും വേറെ പറ്റുപടിക്കാരി ഇവനുണ്ട്, എന്നോട് മിണ്ടുന്നില്ല, വേറെ ചില അമ്മമാരോട് മിണ്ടിക്കൊണ്ടിരിക്കും. ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും വിടാതെ വീട്ടിലെ പണിക്കാരോടും കൂട്ടുകാരും ഒരു സ്ത്രീ വർത്തമാനം തന്നെ തോന്നും, അവന് സംശയം തോന്നും. സ്വാഭാവികമായിരിക്കും. ഭർത്താവിന്റെ കാര്യവും വേറെ പണിക്കാരോടാണ് കാണിക്കേണ്ടത്, ഭാര്യയുടെ കാര്യവും വേലക്കാരോടാണ് കാണിക്കേണ്ടത്, കൂട്ടുകാരോടാണ്. സംസാരമില്ലേ അവിടെ സംശയം ആരംഭിക്കും. സംശയത്തിന് മുമ്പ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഭാര്യ ഭർത്താവിന്റെ പാൻഷ് ഷർട്ട് തേച്ച് കൊടുക്കും, ഷർട്ട് കൊടുക്കുകയും അവന്റെ വയറിൽ കുത്ത്. ഞാൻ ഇന്ത്യയിൽ ചോദിച്ചു, തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു, വീട്ടിൽ നിന്നെല്ലാം നമ്മളും വേറെ പെണ്ണുങ്ങൾ അവിടെ നാം പോകുന്ന പ്രയാസമുണ്ട്. അത് പറഞ്ഞു തന്റെ ഷർട്ട് തെച്ച പോക്കിൽ ഒരു പെണ്ണിന്റെ പേര് നോക്കണം. ഹെലൻ. ആരാണ് ഈ ഹെലൻ? ഇടീ പൊട്ടി പെണ്ണല്ല. ടൗണിൽ ചെന്നപ്പം കുതിരകളുടെ പന്തയോട്ടോ. ഒരു പെൺകുതിരയുടെ പേരാ ഹെലൻ. പേര് മറക്കാതെ എഴുതി കിട്ടതാ. 10,000 വെട്ടി വെച്ചിട്ടുണ്ട്. ചേട്ടാ സോറി, ഞാൻ പെണ്ണുങ്ങളാണ്. അന്ന് കാര്യങ്ങൾ ദിവസം രാവിലെ 5:45 കട്ടൻ കാപ്പി എഴുതി പഞ്ചായത്തിൽ കൂടുതൽ വെല്ലുവിളി കുട്ടി വിളിച്ചു.
എഴുന്നേറ്റോടെ അവിടെ കുത്ത് പിന്നെ കുത്തുന്നു ചോദിച്ചു. തൻ്റെ പന്തേ കുതിര 5:20 എന്നെ ഫോൺ വിളിച്ചായിരുന്നു. അതുകൊണ്ടാണ് സംശയത്തിന് അന്വേഷണം കൊണ്ടാക്കാതിരിക്കാൻ ആളുകൾ ശ്രദ്ധിക്കണം. ഒരുത്തന് ഭാര്യ ഭയങ്കര സംശയം. അവൻ കല്യാണം വിളിച്ചു നേഴ്സിനെ. അവൾ 6 പരീക്ഷ പാസ്സായി 1 വർഷം കഴിഞ്ഞ് അമേരിക്കയിൽ ജോലി മേടിച്ചു. ഇവിടെ അമേരിക്കയിൽ ചെന്നത് വലിയ സംശയമാണ്. ഇവർക്ക് വല്ല സായിപ്പന്മാരോട് കൂട്ടുകാരോടോ എപ്പോഴും പോകുമ്പോഴേ എവിടെയായി, വണ്ടിയിലാണോ, വീട്ടിലാണോ, കിടക്കമുറിയിലാണോ, ആശുപത്രിയിലാണോ, കുത്തിവെപ്പിലാണോ, ലാബിലാണോ, ചോദ്യം തന്നെ ചോദ്യം. ഇവിടെ മടുത്തു. 1 വർഷം കഴിഞ്ഞ് ഇങ്ങനെ അവർ അവിടെ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞ് ആദ്യ രാത്രി വർത്തമാനം കഴിഞ്ഞ് പുറത്തിൽ ഇങ്ങനെ കിടക്കുക. ഇവന് സംശയം, ഇവർക്ക് വേറെ വേറെ സായിപ്പന്മാരുണ്ടോ സംശയമില്ല. രാത്രി 11:15 ഇവിടെ മൊബൈൽ ഫോൺ ഒന്ന് മിന്നുന്നു. അവൻ നോക്കിയപ്പോൾ ആരോ ഒരു സന്ദേശം ചെയ്യും, ബ്യൂട്ടിഫുൾ. അവൻ അയച്ചു. 12 മണിക്ക് വീട്ടിൽ ഒരുക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ. മുടിയെ പിടിച്ച് കൂട്ടി. സത്യം പറയണേ, ഞാനല്ലേ നീ എന്ന് പറയേണ്ടത്? ആരാടി ഞാനറിയാതെ രാത്രി 12 മണി നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ മെസ്സേജ് അയക്കുന്നു? ഒരു പൊന്നു പൊട്ട ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കും, സൂക്ഷിച്ച് നോക്കാൻ പറ്റും. അപ്പോഴാണ് ബാറ്ററി ഫുള്ളെന്ന് എഴുതി കാണിക്കുന്നത്. സംശയം വന്നോ തൊട്ടതും പിടിച്ചതും ജീവിതത്തിന്റെ അവസരമാണ്. സംശയം വന്നോ വീട്ടിലായോ? ഇവിടെയാണ് പറയുക സുരക്ഷിത ബോധം. പാർട്ടി കണ്ണടിച്ച് വിശ്വസിക്കുക, ഭർത്താവിനെ വിശ്വസിക്കുക. അതിനെ വിളിക്കുന്ന വാക്ക് സുരക്ഷിത ബോധം. ഒരു മഹാരഹസ്യം. 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം. കുടുംബത്തിൽ ഒരു സാമീപ്യം കൊടുക്കണം. ഭാര്യ ഭർത്താവിന് സാമീപ്യം കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്കും സാമീപ്യം കൊടുക്കണം. 3 സാമീപ്യങ്ങൾ ദമ്പതികൾ പരസ്പരം എടുക്കണം. 1 ശാരീരിക സാമീപ്യം. ഒരിക്കലും പിണങ്ങി പരിഭവിച്ച് 2 മുറികളിൽ ദമ്പതിമാർ കിടക്കരുത്. അങ്ങനെ കിടക്കാൻ പോയോ കുറെ നാൾ കഴിയുമ്പോൾ ഭർത്താവില്ലാതെ ജീവിക്കാൻ ഭാര്യ പഠിക്കും, ഭാര്യയെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭർത്താവ് പഠിക്കും. മുതിർന്ന മക്കളെങ്കിലും കാണുന്ന വീടാണോ ഒരു മുറിയിൽ തന്നെ കയറുക, അതൊന്ന് കുറ്റിയിടുക, ലൈറ്റ് ഓഫ് ചെയ്യുക. എന്നിട്ട് നടുക്ക് കസേര, അലമാരി, മേശ ഒക്കെ പിടിച്ചു വെച്ചാലും ഒരു മുറിയിലെ കിടക്കാൻ പോകൂ. ശരീരം അടുത്തായിരിക്കണം. 2 മാനസിക സാമീപ്യം. വടക്കു നോക്കിയാൽ സൂചി വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഭാര്യയുടെ മനസ്സ് ഭർത്താവിലേക്ക് തിരിഞ്ഞിരിക്കണം, ഒരു ഭർത്താവിന്റെ മനസ്സ് ഭാര്യയിലേക്ക് തിരിഞ്ഞിരിക്കണം. 3 ആത്മീയ സാമീപ്യം. ഭർത്താവിനെ ഓർത്ത് ഭാര്യ പ്രാർത്ഥിക്കണം, ഭാര്യ ഓർത്ത് ഭർത്താവ് പ്രാർത്ഥിക്കണം. ഈ 3 സാമീപ്യങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്തൊന്നും ഒരു തരംഗം ഉയരും. ആ തരംഗത്തിന്റെ പേരാണ് ടെലപ്പതി. ശാരീരിക മാനസിക ആത്മീയ സാമീപ്യം കൊടുക്കുമ്പോൾ ഒരു തരംഗം ഉയരും, ടെലപ്പതി. അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ഈ ടെലപ്പതിയുണ്ട്. അമ്മയുടെ ശരീരം കുഞ്ഞിന്റെ അടുത്താണ്, അമ്മയുടെ മനസ്സിൽ കുഞ്ഞുണ്ട്. അമ്മ കുഞ്ഞിനോട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തലവേദനയും പനിയും വന്നു. 10 ദിവസം കഴിയുന്നു എൻ്റെ അമ്മയുടെ കത്ത്. മോന് ഒരു ക്ഷീണമായിരുന്നു. അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും 100 മൈൽ അകലെയിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. ഇതാണ് ടെലപ്പതി. കോട്ടയത്തിന് പോയ ഭർത്താവിന് കോട്ടയത്തിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ കുഴിമത്തിരിക്കുന്ന ഭാര്യയ്ക്ക് ഒരു നെഞ്ചുവേദന. ചിങ്ങവനത്ത് പോയ ഭാര്യയ്ക്ക് ഒരു തലവേദന വരുമ്പോൾ വിളിയുടെ ഭർത്താവിന് തലവേദന. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ വീട്ടിലേക്ക് പോകാൻ വെറുതെ തോന്നൽ. ചെന്നപ്പോൾ ഭാര്യ തലമുറ്റി കിടക്കുന്നു. ജോലിക്കാരിയെ ഭാര്യ ഓഫീസിൽ നിന്ന് വീട്ടിൽ ചെല്ലണം. ചിലപ്പോൾ ഭർത്താവ് നെഞ്ചുവേദന കൊണ്ട് പൊടയുന്നു. ഈ തോന്നൽ വിളിക്കും ടെലപ്പതി. ശരീരവും മനസ്സും ആത്മാവും ചേർന്നിരിക്കുമ്പോൾ ടെലപ്പതി. ഭർത്താവിന്റെ മരണവാർത്ത കേട്ട ഭാര്യ വീണ് മരിക്കുന്നു, ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് വീണ് മരിക്കുന്നു. സ്നേഹത്തിന്റെ ടെലപ്പതികൾ. ഞാൻ വഴിയെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ളു കൊള്ളും. കാലിൽ മുള്ളു കൊള്ളുമ്പോൾ കൈ കെട്ടിയെന്ന് പറയുമോ? ഒരുപാടടുത്ത് പോകുന്ന കാലിൽ കൊള്ളട്ടങ്ങനെ കൊള്ളട്ടെ. മുള്ളു മാത്രമല്ല, മുള്ളാണിയും കുത്തിക്കുകയാണ്. കൈ ഓടിച്ച് മുള്ളു വലിച്ചു പോയി മരുന്ന് വെച്ച് കിട്ടും. ഇതാണ് കൈയും കാലിനുമുള്ള ബന്ധം. ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ ഭാര്യയും, ഭാര്യയ്ക്ക് മനപ്രയാസം വരെ ഭർത്താവ് പറയും, നേരിട്ടങ്ങനെ നേരിട്ട് നീട്ടിക്കെട്ടാ പോലെ നേരട്ടെ, എന്നെ നാട്ടി എന്നെ നീക്കാനുള്ള സമയം ഇതാവുന്നിരിക്കും. കരഞ്ഞോ ഒരുമിച്ച് കരയും, ചിരിച്ചോ ഒരുമിച്ച് ചിരിക്കും. ഏറ്റവും ഒരു ഉദാഹരണമാണ് ടെലപ്പതി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയ ഗാന്ധി, രാജീവ് ഗാന്ധി, ശ്രീ പെരുമത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡ് ഡൽഹിയിൽ ജന്മത്തൊഴിലുള്ള സോണിയാഗാന്ധി രാജീവിന്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്റെ രാജീവിന് എന്ത് പറ്റി? അരമണിക്കൂറിന്റെ ലോക വാർത്താ മാധ്യമങ്ങളോട് രാജീവിന്റെ വകവാർത്ത ടെലികാസ്റ്റ്. സോണിയാജി മനസ്സിലായി രാജീവിനെന്തോ സംഭവിച്ചതുപോലെ. ഇതാണ് സ്നേഹത്തിന്റെ 3-ാം ഗണം. ഇത് വരുന്നത് സാമീപ്യത്തിൽ നിന്നാണ്. 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സമൃദ്ധി.
കുടുംബത്തിൽ സമൃദ്ധിയാണ്. എങ്ങനെയാ സമൃദ്ധി? സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഓരോ ദിവസവും ഉറങ്ങാമെന്നതിന് മുമ്പ് അന്നത്തെ ദിവസത്തിലെ കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു തീർക്കണം. ഭർത്താവിന്റെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ ഭാര്യയോട് പറഞ്ഞു തീർക്കണം. പിന്നെ എനിക്ക് പറയാമെന്ന് വീട്ടിൽ വെച്ചോ കൊച്ചു കാര്യത്തിന് പെട്ടെന്ന് അരിശപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ മാറും. ഓരോന്നും പറഞ്ഞു തീർക്കണം. അങ്ങനെ പറഞ്ഞു തീർന്നില്ലേ മനസ്സിൽ ഭാരം കൂടും. ചില സ്ത്രീകൾ കുഞ്ഞു കാര്യത്തിന് കെട്ടിയോട് അരിശപ്പെടുമ്പോൾ വല്ലാതെ അരിശപ്പെടും. കെട്ടിയ ചെടി ഇത്രയും ചെറിയ കാര്യം നിൽക്കുമ്പോൾ നീ അരിശപ്പെടും. ചെറിയ കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുടെ ജില്ലാ സമ്മേളനം അവധി കിടക്കുന്നുണ്ട്. ഒരെണ്ണം വന്നപ്പോൾ മൊത്തം പുറത്തേക്ക് കുടഞ്ഞിരുന്നതാണ്. ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ നിന്നും അച്ഛൻ പറഞ്ഞു, ഒരു ഭർത്താവും ഭാര്യയും മിണ്ടുകയില്ല. അച്ഛൻ അവരെ തമ്മിൽ ഒന്ന് അണക്കണം. ഭർത്താവിന് ഒരു ടോമിച്ചൻ വയസ്സ് 32, ഭാര്യ ജെസി വയസ്സ് 30. 6 വയസ്സുള്ള പെൺകുട്ടി അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണം. രാവിലെ ഇരുന്ന് അപ്പം പറയും, എനിക്ക് കുടിക്കണം, വെള്ളം ചൂടായോ. കൊച്ചു മമ്മി പപ്പായി കുടിക്കണം, വെള്ളം ചൂടായോ. തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒഴിച്ചേച്ച് പാമ്പാണ്. തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒഴിച്ചേച്ച് പാമ്പാണ്. കുളി കഴിഞ്ഞ് തോർത്തേക്ക് ഇനി വിശക്കുന്ന കാപ്പിയായോ. മമ്മി പപ്പായി വിശക്കുന്ന കാപ്പിയായോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കേറ്റിയേച്ച് പാമ്പാണ്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കേറ്റിയേച്ച് പാമ്പാണ്. ജനാലും ചേച്ചി പറഞ്ഞു 2 കാര്യങ്ങൾ. 1, സന്ധ്യമണി അടിക്കുമ്പം എന്റെ ഗടികളോട് വരാൻ പറയാം. 2, കള്ളു കുടിച്ചിട്ട് ദേഹം കൊണ്ടുവെക്കാൻ വരരുത് എന്ന് പറയാം. ഒരു സ്ത്രീയുടെ ന്യായമായ 2 ആവശ്യങ്ങൾ. 1, സന്ധ്യമണി അടിക്കുമ്പോൾ വരാൻ പറയാനും. 2, കുടിച്ചിട്ടുള്ള ദേഹം കൊണ്ടുവെക്കാൻ നിർബന്ധിക്കുന്നത് പറയാം. നമ്മൾ തീർച്ചയായിട്ടും പറയാം ഒരു ഭാര്യയുടെ ന്യായമായ ആവശ്യം. നമ്മൾ ചോദിച്ചാൽ ഭാര്യ 2 കാര്യം ആവശ്യപ്പെടും. ചോദിച്ചെന്ന് വെച്ചാൽ നാളെ മുതൽ 5 മണിക്ക് വന്നേക്കാം, കോപ്പയ്ക്കകത്ത് കഞ്ഞവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം. ഒരു നല്ല ഭർത്താവായി അപ്പനായി ഒതുങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും മക്കൾ വേണമെന്നുണ്ട്. എന്നും കാണുന്ന വികാരീശനോട് എങ്ങനെയാ പറയുന്നൊന്നും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ധ്യാനഗുരുക്കന്മാരും ചിലപ്പോൾ ഒരിക്കലും നീ കാണേണ്ടി വരികയില്ല. ഉള്ള കാര്യം അച്ഛനോട് പറയാം. അച്ഛാ 2 കാര്യം എൻ്റെ ഭാര്യയെ കൊണ്ടും ചെയ്യിക്കുക. എന്താ ചെയ്യിക്കുന്നത്? 1, അവളോട് പറയണം ദൈവനമ്പരാനുള്ളത് അവൾ ഇരിക്കുന്ന നൈറ്റി 15 ദിവസത്തിലെങ്കിലും ഒന്ന് അലക്കാൻ പറയണം. 2, ശനിയാഴ്ചയെങ്കിലും നല്ല മണമുള്ള സോപ്പ് തേച്ചിട്ട് ഒന്ന് കുളിക്കാൻ പറയണം. ഇന്ന് നമ്മൾ സോപ്പ് തേച്ച് കുളിച്ചാൽ ഈ തോട്ടിലെ സകലമായ മീനും ചത്തുപോകും. അത്രയും കട്ടിയുള്ള വിഷം വെള്ളിയിൽ അട്ടിക്കുകയും ചെയ്യും. നൈറ്റി മത്തിയുടെ ചെറുമ്പ്, അയലയുടെ നഖ്യം, ഇഞ്ചിയുടെ നെറ്റില്, മുളകിന്റെ എരിവ്, സവോളയുടെ ദുർഗന്ധം, മണക്കാൻ മെനഞ്ഞ അച്ഛാ മൂസായ കരകെ ചേരുന്നത്. 2 പ്രശ്നം. കുടിക്കുന്ന കെട്ടിവൻ താമസിച്ചു വരുന്നു. അലക്കാത്ത നൈറ്റി കുടിക്കാത്ത വരിക. മുളയിലെ നുള്ളിക്കളയാനുള്ള പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് മനസ്സുകൾ ബഹുദൂരം അകന്നു പോകുന്ന അവസ്ഥ. ഇവിടെയാണ് എന്തുവേലും പറഞ്ഞു തീർക്കുന്ന ഒരു അന്തരീക്ഷം. അതിന് വിളിക്കുന്നു സമൃദ്ധി. 1, സ്വാതന്ത്ര്യം. 2, സുരക്ഷിതത്വം. 3, സാമീപ്യം. 4, സമൃദ്ധി. 5, സമർപ്പണം. കുടുംബത്തിൽ സമർപ്പണങ്ങൾ. ദമ്പതിമാർക്കിടയിൽ 3 സമർപ്പണങ്ങൾ. 1, ശാരീരിക സമർപ്പണം. ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോടും ഒരു ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം ഒരു സ്ത്രീ സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കണം. ഏകപക്ഷീയമായി ഭർത്താവിൽ നിന്നും ഭാര്യ അകൽച്ച ബാധിക്കരുത്. അന്തസ്സുള്ള ഭർത്താവ് ഒരു സ്ത്രീക്ക് അറപ്പും വെറുപ്പുമുള്ള ശാരീരിക ബന്ധങ്ങൾക്ക് നിർബന്ധിക്കരുത്. ഒരു ബ്ലൂ പ്രിന്റിന്റെ സ്ത്രീയും വീട്ടിൽ സൂക്ഷിക്കരുത്. പരസ്പര ബഹുമാനത്തോടുള്ള ശാരീരിക ബന്ധങ്ങൾ സമർപ്പണങ്ങൾ. കത്തോലിക്ക സഭയിൽ പല അച്ഛന്മാരും കൂടി ഒരുമിച്ച് അട്ടാരി കുർബാന നിർമ്മിക്കുമ്പോൾ അതിന് വിളിക്കുന്ന വാക്ക് സമൂഹ ബലി എന്നാണ് വിളിക്കുക. ഒരു പള്ളിയിൽ ഞാനിങ്ങനെ ധ്യാനിപ്പിച്ചു കുടുംബത്തെ കുറിച്ച്. ഞാൻ പറഞ്ഞു ദേവാലയത്തിന് 3 ഭാഗങ്ങൾ. 1 ദേവാലയം, 2 മധുബഹ, 3 അട്ടാരി. അട്ടാരി അപ്പവും മിഞ്ഞും അർപ്പിക്കുന്ന വിശുദ്ധിയോട്. ഇതുപോലെ കുടുംബജീവിതം. വീടിന് 3 ഭാഗം. 1 വീട് ദേവാലയം, ദമ്പതിമാർ കിടക്കുന്ന മുറി മധുബഹ, കിടക്കുന്ന കട്ടിൽ അൾത്താര. അവിടുത്തെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കൽ കുർബാന പോലെ വിശുദ്ധമാണ്. ഒന്നുകൂടെ പറഞ്ഞു ദേവാലയം മധുബഹ അൾത്താര, വീട് ദേവാലയം, കിടക്കുന്ന മുറി മധുബഹ, കിടക്കുന്ന അൾത്താര. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? കൊണ്ടൊരു ചേട്ടൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, കുടുംബത്തിലെ അൾത്താരയിൽ സമൂഹബലി അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ? ന്യായമായ സംശയം. 1 സമർപ്പണം, ശാരീരിക സമർപ്പണം. 2 സാമ്പത്തിക സമർപ്പണം. എന്താ സാമ്പത്തിക സമർപ്പണം? ഭാര്യ അറിയാതെ 100 രൂപയുടെ കടബാധ്യത പോലും ഭർത്താവിന് ഉണ്ടായിരിക്കരുത്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും
വീടിന്റെ കാശിടപാട് ഭർത്താവിനെ ഭാര്യ അറിയണം. ചില ആളുകൾ വലിയ അംബാനി, റിലയൻസ്, ടാറ്റ, ബിർള പോലെ നടക്കും. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അറിയാം വീട്ടാമലൊക്കെ കടങ്ങൾ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഭാര്യയും മകനെയും തിരികെടുക്കുന്ന കെട്ടിയന്മാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര ഒന്നില്ലെങ്കിലും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ എങ്ങനും ബാധ്യതകൾ. ഭാര്യയെ ഒളിക്കുന്ന കാശിടപാട് നടത്തരുത്, സാമ്പത്തികപാട് നടത്തരുത്, ചെലവുകളിൽ തകരുന്നതാണ്. ഇതുപോലെ ഭർത്താവിനെ ഒളിക്കുന്ന കാശിടപാട് ഭാര്യയ്ക്കും ഉണ്ടായിരിക്കില്ല. വീട് നോക്കുന്ന ഭർത്താവാണോ ആ ഭർത്താവിനെ മറയ്ക്കുന്ന ഒളിക്കുന്ന ഒരിടപാട് വരുന്നത്. ഇനി കുടിച്ചു നശിപ്പിക്കുന്നവനും വീട് നോക്കാത്തവനുമാണ് അവൻ പൂസായി കിടക്കുമ്പോൾ എന്തെല്ലാം അടിച്ചു മാറ്റാവും. ഡെയിലി പെരുക്കി മാറ്റിക്കണം. എവിടെയൊക്കെ കുടിച്ചു വെച്ചോണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അതേ കുടുംബം തകർന്നു പോകും. 3, ആത്മീയ സമർപ്പണം. ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരുമിച്ച് പോകാം, സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ച് ചെയ്യാം, വേദവസം ഒരുമിച്ച് വായിക്കാം, ഇടവകയിലെ ധ്യാന ശുശ്രൂഷകളിൽ ഒരുമിച്ച് പങ്കെടുക്കണം. ഇത് ആത്മീയ സമർപ്പണം. 3 സമർപ്പണങ്ങൾ കുടുംബത്തിൽ ആവശ്യം. 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സമൃദ്ധി, 5 സമർപ്പണം, 6 സമാധാനം. കുടുംബത്തിൽ സമാധാനം വേണം. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും ഭർത്താവിന്റെ വീട്ടുകാരുടെയും സമാധാനം ഞാനെന്ന ഭാര്യയെ നശിപ്പിക്കുകയില്ല. ഒരിക്കലും ഭാര്യയുടെയും ഭാര്യാഭർത്താവിന്റെയും സമാധാനം ഞാനെന്ന ഭർത്താവ് നശിപ്പിക്കരുത്. ഭർത്താവിന്റെ പെങ്ങന്മാരോടും അമ്മയോടും ഒക്കെ ഭാര്യ മിണ്ടാതിരുന്നാൽ നശിക്കുന്നത് സമാധാനം. ഭാര്യയുടെ ആംഗളമാരോടും സഹോദരിമാരോടും അപ്പനോടും അമ്മയോടും ഭർത്താവ് മിണ്ടാതിരുന്നാൽ തകരുന്നത് സമാധാനമാണ്. അമ്മായിയമ്മ മരുമകൾ ബഹളം വരുമ്പോൾ സമാധാനമാണ് പറയുക. ഇന്ന് ആ പോരല്പം കുറവാണ്. കാരണം മരുമകള് ദുബായിലും അമ്മായിയമ്മ കുടുംബത്തുമാണ്. പോരുമെത്താൻ സമയം കിട്ടിയില്ല. ഇന്ന് പലപ്പോഴും ഈ പോരുമെന്ന് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. TV ഒരു കൊച്ചു പെൺകുട്ടി വന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ കുറേയേറെ ശ്രോതാക്കൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മേശപ്പത്തെ ടെലിഫോൺ അടിക്കുന്നു. ഹലോ, ആരാണ്? ഉഷ. എവിടുന്ന? ഉഷാന്റി, അബുദാബി. എന്നാണ് വിശേഷം? കോട്ടയത്തിന്റെ അമ്മായിയമ്മയുടെ 73ാം ബർത്ത്ഡേ ആണ്. ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അവിടെ വെച്ചുകൂടി പ്രിയ ശ്രോതാക്കളെ, കോട്ടയത്തെ അമ്മായിയമ്മയുടെ 73ാം ബർത്ത്ഡേ കാണിച്ച് ദുബായിലെ ഉഷാന്റി ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. നമുക്ക് തന്നെ ചോദിക്കാം, ഏത് പാട്ടാണ് കേട്ടത്? രാക്ഷസി എന്നാണ് വെക്കേണ്ട പാട്ട്. സോഷ്യൽ മീഡിയയിലൂടെ വാശി നിൽക്കുന്ന കാര്യം. കേരള പോലീസിലെ ഉന്നതനായ ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥൻ, എൻ്റെ ഒരു ആത്മമിത്രം, അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്നൊരു ഭാഗ്യവാനാണ്. അച്ഛൻ ഇങ്ങനെ ധ്യാനിപ്പിച്ച് ശീലിപ്പിച്ചൊക്കെ പോയാൽ മതി. എൻ്റെ അവസ്ഥ നോക്കി, രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ സകല കീഴുദ്യോഗസ്ഥന്മാരും എനിക്ക് സല്യൂട്ട് ചെയ്യും. വൈകുന്നേരം 5 കഴിഞ്ഞാൽ തൊപ്പി തലയും കുത്തി എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും സല്യൂട്ട് കൊടുക്കണം. എൻ്റെ അച്ഛ വലതുകാലിൽ അമ്മ, ഇടതുകാലിൽ ഭാര്യ, കാലിൽ കീഴിൽ കേട്ടാൽ അച്ഛനൊന്ന് കാണാൻ വന്നേക്കണം. കഴിഞ്ഞ മാസം ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ മുഖം വെപ്പിച്ചിരിക്കുന്നു. എന്നാ പറ്റിയും എന്നാ വെക്കാനാണ് കള്ളന്മാർക്കും തമ്മാടിക്കും പേരിക്കുന്ന ഇരുമ്പ് പോലെ താരം വളർന്നതിൻ്റെ കൈകൊണ്ട് നിന്റെ അവക്കിട്ട് നീ ഓരോന്നും കൊടുക്കണം. എടാ കാഴ്ചയെല്ലാം കുഴമ്പ്, മരുന്നിന് ചൂടുവെള്ളം, ഇതൊന്നും തരുന്ന കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയി. ഞാൻ അമ്മേ ഇന്ന് ഞാൻ കൊടുത്തിട്ട് അമ്മ കേട്ടോളാം. അമ്മ സാരി ചേച്ചി കുത്തി എനിക്ക് കൈ കൊടുത്ത് വിദ്യാസാരി നിന്നു. ഞാൻ കിടക്കുന്ന മുറിയിൽ ഡോർ കർട്ടൻ വലിച്ചിട്ടു. കിടക്കുന്ന മുറിയിൽ ചെന്നു മംഗളം മനോരമ വാരി കയ്യെടുത്തു. അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്ഥലത്ത് ഭാര്യയ്ക്ക് കാണാവുന്നത് മറച്ചി എടുത്ത് മെത്തയ്ക്ക് ബുദ്ധിമുട്ട് ചെടി എൻ്റെ അമ്മയ്ക്ക് എണ്ണ കുഴമ്പ് ഗുളിക മരുന്ന് കൊടുക്കാവടി. അവിടെ പറഞ്ഞു കൊല്ലലയേല കൊടുക്കാതെ. പിറ്റേ അമ്മ പറഞ്ഞ മോനെ, ഒരു ചെറിയ മാറ്റം കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. 1 മാസം വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു. അപ്പോൾ വീണ്ടും മുഖം വെപ്പിച്ചിരിക്കും. എന്നാ പറ്റിയമ്മേ? പഴയ അരിയുടെ ചൂട് അവൾ മറന്നെന്നാണ് തോന്നുന്നത്. നമ്മൾ 10,000 മേടിച്ചിട്ട് അയലയുടെ വാല് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അമ്മയ്ക്ക് 1000 കൊണ്ടാൽ ഭാഗ്യമില്ലാതെ പോയല്ലോ. നിന്നെ വരുന്നതും പട്ടി വരുന്നതും ഒരുപോലെ നടന്നു. അമ്മയിൽ അന്ത്യം അമ്മ കേട്ടോളാമോ? അമ്മ സാരി ചേച്ചി മുതി എനിക്ക് കൈ കൊടുത്ത് വിദ്യാചാരി ചെരിയും കുറിച്ചത്. എന്താ വെച്ചാൽ ഞാൻ കിടക്കുന്ന മുറിയിൽ വാതിലിന് വിധി ശരിക്കും പിടിച്ചിട്ടു. കിടക്കുന്ന മെത്ത കൊഴുപോലെ നിർത്തി മുറിക്ക് അടിച്ചു മാറി ചൂലെടുത്ത് അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്ഥലത്തിൽ ഇവർക്ക് കാണാവുന്ന വിധത്തിൽ ചൂലുകൊണ്ട് മെത്തയ്ക്ക് ഇത് കുത്തിക്കൂടി ഞാൻ ചെടി എൻ്റെ അമ്മക്കായ കൊടുക്കാവോടി. അവൾ പറഞ്ഞു, തല്ലലേട്ടാ കൊടുക്കാത്ത ചേട്ടാ. അമ്മ എന്നാ പറഞ്ഞു, കഴിഞ്ഞ മാസത്തെ അടിയോ കാണാൻ പറ്റിയില്ല.
ഇപ്രാവശ്യമെങ്കിലും ഇതെങ്ങനെയാണ് കണ്ടേക്കാമെന്ന് കരുതി അമ്മ വിരിമാറ്റി നോക്കുമ്പോൾ മെത്തക്കിട്ട് കുത്തുക. അമ്മയ്ക്ക് കൊടുക്കാവോടി എന്തിനാണ് ആ മെത്തക്കിട്ട് കുത്തട അമ്മയുടെ നെഞ്ചത്തുനിന്നുണ്ടാവും. ഞാൻ അമ്മ ഒരു വരം എൻ്റെ അച്ഛ വലതുകാലിൽ അമ്മ ഇടതുകാലിൽ ഭാര്യ കാലിൽ ജീവിതത്തിൽ കേട്ടാൽ അച്ഛൻ കാണാൻ പറഞ്ഞു. ഞാൻ പറയുക സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാകും. അപ്പൊ 6 തൂണുകൾ: 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സമൃദ്ധി, 5 സമർപ്പണം, 6 സമാധാനം. അവസാനമായി 7ാമത്തെ തൂണ് കുടുംബത്തെ ദേവാലയമാക്കുന്ന സ്വർഗമാകുന്ന 7ാമത്തെ തൂണ്. അതിന്റെ പേരാണ് സ്നേഹം. കുടുംബത്തിൽ സ്നേഹം വേണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. സ്നേഹം ഉള്ളിൽ വെച്ചാൽ പോരാ, അത് പ്രകടിപ്പിക്കണം. പഴയ കാലമല്ല ഇന്നത്തെ കാലം. സങ്കീർണമായ മാനസിക വിലയുള്ളത് ഭാര്യ സ്നേഹം പ്രകടിപ്പിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു, ഭർത്താവ് സ്നേഹം പ്രകടിപ്പിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീ പറഞ്ഞ എനിക്കൊരു മോൻ, അവൻ 5 ഭാഷയാണ്: മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഊമന വർത്തമാനം പറയത്തില്ല. എത്ര ഭാഷ അറിയാൻ ഊമനാണ് പിന്നെ പറഞ്ഞ കാര്യമുള്ളൂ. ചില ആളുകളുടെ ഓർമ്മ ഞാൻ സ്നേഹം കാണിച്ചാൽ ബംഗോളിനാണ് അവിടെ വരുന്നത്. അങ്ങനെ ഒരിക്കലും ഓർക്കരുത്. ഒരു സ്ത്രീ പറഞ്ഞാൽ എന്റെ ഭർത്താവ് എന്നെയാണ് കല്യാണം കഴിച്ചത്. 25 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു ഇന്ത്യക്കാരനെയും മാസത്തിൽ 5 ദിവസം പോലും എന്നോടൊന്നും താമസിക്കുന്നില്ല. എന്നിട്ട് ഭാര്യയ്ക്ക് പരാതികൾ കെട്ടിയവന് മറുപടി പൊട്ടി. അപ്പോൾ വിവരമുണ്ടോ? എന്നാത്തിന് കുറവാച്ചാൽ ഡെയിലി 5 ഷീറ്റ്, ഒരു മാൻഡിസൺ കാർ, ഒരു സമർത്ഥനായ ഡ്രൈവർ. ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. നമ്മൾ അതാ കുറവ് ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം. ഇതാണ് സ്നേഹം എന്ന് പറയുക. വിവാഹ വാർഷികത്തിൽ ഒരു സാരി മേടിച്ചു കൊടുത്തും ഭർത്താവിന് ഒരു നല്ല പായസം വെച്ചു കൊടുത്തും കുഞ്ഞുങ്ങളെ കൊണ്ട് ഐസ്ക്രീം പാർക്കിൽ പോയി ഒക്കെ സ്നേഹത്തിന്റെ ആഘോഷങ്ങൾ നടത്തണം. പുതിയ കാലത്ത് ഇതൊക്കെ ആവശ്യമാണ്. കൊച്ചു കൊച്ചു കുടുംബങ്ങളുടെ ബന്ധത്തിനും നിലനിൽപ്പിനും ഇതൊക്കെ ആവശ്യം. പഴയ കാലത്തിലെ ഗ്രാമീണ കുടുംബാന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുക. അപ്പം പുതിയൊരു ലോകക്രമത്തിൽ ഇതൊക്കെ നമ്മൾ ആവശ്യമാണ്. സ്നേഹം എന്നും തെറി പിടിച്ച് 2 ദിവസം പെട്ടെന്ന് സ്നേഹിച്ചാൽ ഭാര്യയ്ക്ക് തോന്നും ഇതാണ് മുതലെടുക്കാനുള്ള കള്ളത്തരമാണ്. എന്നും ശീതളിൽ 1 ദിവസം കെട്ടിയവൻ സ്നേഹിച്ചാൽ ഭാര്യയ്ക്ക് തോന്നും, ഭാര്യ സ്നേഹിച്ചാൽ ഭർത്താവിന് തോന്നും എന്തോ മേടിച്ചെടുക്കാനുള്ള ടെക്നിക്കാണല്ലോ. സ്നേഹം ഓരോ ദിവസത്തെയും കൊച്ചു കൊച്ചു വാക്കുകളുടെ വരണം. ഒരു ഭർത്താവ് എന്നും കുടി കഴിഞ്ഞ് രാത്രി 8:30 ഗേറ്റിന് പുറത്തു വന്ന ഭാര്യയെ തെളിയോട് തെറി. അവൾ അതിന് ഡോസ് കൂടി തെറി തിരിച്ചു പിടിക്കും. അയൽവക്കത്തെ സ്ത്രീകൾ കേട്ടിങ്ങോട്ട് എടുത്തു. അയൽവക്കത്തെ സ്ത്രീകളോട് റെഡി 1.5 വർഷമായിട്ട് കെട്ടിയവനെ നിന്നെ ചീത്ത ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ നിന്റെ ഭർത്താവ് ഗേറ്റിന് പുറത്ത് വന്ന് നിന്നെ ചീത്ത വിളിക്കുമ്പോൾ നീ അടുത്തെന്ന് പറയണം, ചേട്ടൻ ഓവറല്ലേ, ഞാൻ വേണ്ട കാര്യം മനസ്സിലാക്കാൻ. നിന്റെ സംസാരരീതി മാറ്റിക്കേ അവനെ നേടാൻ പറ്റും. അവിടെ സമ്മതിച്ചു. വിദേശത്തിൽ അത് 8:30 ഗേറ്റിന് പുറത്ത് നിങ്ങൾ തെറിയോട് തെറി. അവിടെ ഇറങ്ങി വരികയോ ചേട്ടൻ ഓവറല്ലേ. ഒരു കാര്യം സത്യമാണല്ലോ, ചേട്ടൻ നന്നായിട്ട് പൂസായ നല്ല രക്ഷട്ടും നല്ല സെറ്റപ്പുമാണ്. സത്യം പറഞ്ഞാൽ ചേട്ടന് പൂസായ മണം അടിച്ചാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഏതാണെന്നാ കുടിക്കാറുള്ളത്? ഞാൻ വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ. ചേട്ടൻ കുളിച്ചേച്ചു പോവാ. ചക്കുകുരുമാങ്ങ വളർത്തുന്നുണ്ട്, മുട്ട പൊരിച്ചുന്നുണ്ട്, നീ വറുത്തുന്നുണ്ട്, കൂർക്ക തുറന്നുണ്ട്, കഴിച്ചിട്ട് നമുക്ക് കിടക്കാമ്പോ നമ്മൾ സോറി വീട് മാറി പോയാലും ഞാൻ തോന്നിയത് താഴെ കഴിഞ്ഞാൽ തെരുവിളിക്കാൻ സാധ്യതയുണ്ട്. ഒരു സുപ്രഭാതം കാണിക്കേണ്ടതല്ലോ. പടിപിടിയാൻ ഭർത്താവ് അനുഭവിക്കണം, ഭാര്യ അനുഭവിക്കണം. അങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ ദമ്പതിമാരെ ദൈവം വിളിക്കുന്നു. ഈ ചിന്തകളിൽ ഒരു ആത്മസ്വതയിലേക്ക് പോവുക. എന്റെ വീട് ഒരു വിദ്യാലയമാണ്, ദേവാലയമാണ്. തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഒരു സ്വർഗമാണ്, ആ ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു നരകമാണ്. ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നു. ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് നീ എന്നെ ഏൽപ്പിച്ച വീടിനെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അബ്രഹാമിന്റെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബം വിശ്വാസത്തിൽ വളരുവാൻ ഇടയാക്കണമേ. തിരുക്കുടുംബം പോലെ പ്രാർത്ഥനയുടെ കുടുംബമാക്കി സൂക്ഷിക്കണം. സഖേവസിന്റെ ഭവനം പോലെ വീണ്ടെടുക്കപ്പെട്ട ഭവനമാകണമേ. മണവാളനായ യേശുവിന്റെ യുഗാന്ത്യത്തിലെ വരവിൽ നിന്റെ മഹിമയുടെ വലതുവശം അനുകരിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ദൈവമാതാവായ യേശുവിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബം ഉണ്ടാകണമേ. സഖേവസിന്റെ ഭവനം പോലെ ഞങ്ങൾ കേട്ട ഇന്ന് നിന്റെ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ അനുഗ്രഹീത ഭവനമായി ഇടവേള വലിയ പെരുന്നാളിൽ 35ാമത് ഈ ആഘോഷത്തില് സജീവമായി പങ്കെടുക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും അവർ കഴിഞ്ഞു. കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും.
ഈ ചിന്തകളാൽ മനസ്സിനെ സഫലമാകണമേ. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കഴിഞ്ഞ 1.5 മണിക്കൂർ സമയത്തോളം അനുഗ്രഹപ്രദമായ ഒരുക്കം നമുക്കെല്ലാ തരത്തിലും ഏത് ഇടവകയിലും നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ എനിക്കും നിങ്ങൾക്കും സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ ആവേശത്തോടുകൂടി പെരുമാറുവാൻ കഴിയുന്നത് കുടുംബത്തിലെ അന്തരീക്ഷം അനുഗ്രഹപരമായി തീരുമ്പോഴാണല്ലോ. അച്ഛൻ്റെ വിഷയവും അത് തന്നെയാണ്. കുടുംബ ജീവിതത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുന്ന ക്രൈസ്തവ മക്കളായി ഓരോ നിമിഷവും നമുക്ക് പുതുക്കത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന വളരെ ആദരണീയനായ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനോടുള്ള നന്ദി, സ്നേഹം മുഴുവറ്റും ഇടവയ്ക്ക് വേണ്ടി കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി അനേകം ആൾക്കാർ സമീപ ഇടവകളിലൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച് അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനോടുള്ള നന്ദി, സ്നേഹം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കണമേ. അച്ഛൻ്റെ ശുശ്രൂഷയിൽ ദൈവം കൂടുതൽ അനുഗ്രഹങ്ങളും നൽകുന്നതിനും കൊടുക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഒരിക്കലൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി ജോസഫ് അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. കർത്താവേ, നിന്റെ കരുണയും അനുഗ്രഹങ്ങളും ബഹുമാനത്തോടും നടക്കാനിരിക്കുന്ന വലിയ പെരുന്നാളോടുകൂടി ഉണ്ടാകണമേ. എല്ലാ അനുഗ്രഹപ്രദമായി നടത്തപ്പെടുവാനും പര്യവസാനിപ്പിക്കുവാനും അടിയങ്ങളെ സഹായിച്ച് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരാനാവുന്ന എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ നിന്റെ കരുണയും മാലാഖമാരും സ്ത്രീമായും ഞങ്ങൾക്കും ദേവാലയത്തിനും കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രദമായി കർത്താവേ, ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമായി ജയമുള്ള സ്ത്രീമ കാവലായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുതലായും പരിശുദ്ധാത്മാവിനും സ്ത്രീസ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ദൈവനാമത്തിൽ ദേവാലയം 2015 വലിയ പെരുന്നാൾ അനുഗ്രഹപ്രദമായ പരിശുദ്ധ സ്ലീബ ദൈവനാമത്തിൽ ഉയർന്നു. വലിയ ശുക്രങ്ങളാൽ നിങ്ങൾ വേശികളെ വിധിച്ച് നാമത്തിൽ ശത്രുക്കളെ